ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. അങ്ങനെ തുടക്കത്തെയും ഒടുക്കത്തെയും ചിന്താധാരയുടെ രണ്ട് മണ്ഡലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന മനോഹരമായ ഒരു വിഷയമാണ്. എന്നാൽ വളരെ വേഗത്തിൽ ചിലത് പറയേണ്ടതുകൊണ്ടും ഈ യോഗത്തിൻ്റെ പ്രത്യേകതയൊക്കെ പരിഗണിച്ച് ഇതിൻ്റെ ഒരു തലം വഴി മാത്രമേ ഇന്ന് നമ്മൾ കടന്നു പോകുന്നുള്ളൂ. ഇത് ഒരു ഇലക്ഷൻ കാലമാണ്. ഇലക്ഷനോട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കലാശക്കൊട്ട് നിമിത്തം നമ്മളിൽ പലർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളും വളരെ ദുരിതങ്ങൾ അനുഭവിച്ചാണ് വന്നത്. അതിൽ വിഷമമില്ല. അങ്ങനെയെങ്കിലും ജനാധിപത്യം തരക്കേടില്ലാതെ പോട്ടെ എന്ന് നിങ്ങൾക്കൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ജനാധിപത്യം രാജ്യത്ത് നിലനിൽക്കുകയുള്ളെങ്കിൽ നമുക്കതിനും വിരോധമൊന്നുമില്ല. അതെല്ലാം നടക്കണമല്ലോ. ഏതായിരുന്നാലും ഞാൻ അനുബന്ധമായൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇവിടെ കാണുന്ന വചനത്തിൽ മുന്നമേ അഥവാ മുമ്പേ അവൻ്റെ രാജ്യം, ഈ രാജ്യം എന്ന് പറയുമ്പോഴേ രാജ്യതന്ത്രജ്ഞത അല്ലെങ്കിൽ രാഷ്ട്രമീമാംസ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം അതിൽ വരും. ഞാൻ രാഷ്ട്രീയപരമായ ലേഖനങ്ങളും ചിന്തകളുമൊക്കെ പലപ്പോഴും ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. മുമ്പ് ചില മാസികകളിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ എഴുതാൻ വേണ്ടി ഒരു ലേഖകൻ എന്ന നിലയിൽ അവസരം കിട്ടിയിട്ടുണ്ട്, ഒരു മാധ്യമപ്രവർത്തന നിലയിൽ. ഒരു ലേഖനങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന രൂപേണ എഴുതിയിട്ടില്ല, എഴുതാറുമില്ല. മറിച്ച് ചില സാമൂഹ്യ വിഷയങ്ങൾ ചേർത്ത് പറയുമ്പോൾ വിശ്വാസികൾ ചോദിക്കാറുണ്ട്, നമ്മൾ രാഷ്ട്രീയം പറയണോ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ പ്രസക്തമാണ്. കാരണം ബൈബിളിൽ നല്ല രാഷ്ട്രീയവുമുണ്ട്, മോശപ്പെട്ട രാഷ്ട്രീയവും എഴുതി വച്ചിട്ടുണ്ട്. അതറിയണമെങ്കിൽ നിങ്ങൾ 1-2 രാജാക്കന്മാരും 1-2 ദിനവൃത്താന്തങ്ങൾ, ശമൂവേൽ, ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാകും നല്ല പൊളിറ്റിക്സ് എങ്ങനെ ഇസ്രയേലിൽ വർക്കൗട്ടായെന്നും അതിൻ്റെ മോശം വശങ്ങൾ എന്താണെന്നും അതിൽ നിന്ന് ഇസ്രയേൽ ജനത പഠിച്ച പാഠമെന്തെന്നും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രയേൽ പൊളിറ്റിക്സാണ്. എന്നാൽ ബൈബിൾ തന്നെ നല്ലൊരു രാഷ്ട്രമീമാംസ ദർശനം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെയാണ്. ആൻ ഇൻവിസിബിൾ കിങ്ഡം, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രാജ്യം. ഞാൻ വരുമ്പോൾ പാസ്റ്റർ ബിനോയ് അങ്ങനെ ഒരു ആമുഖം പറയുന്ന കേട്ടു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ നിലനിൽക്കുന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, ആ രാജ്യവും അതിൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിക്കണം. പക്ഷേ ഈ അധ്യായം തുടങ്ങുന്നിടത്ത് മറ്റൊരു കാര്യമാണ്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് അതിൻ്റെ ഉത്തരം പറയാം, നിങ്ങൾ ആ നീതി, ആ രാജ്യത്തിൻ്റെ നീതി ഒന്ന് തിരക്കണം, ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ ആ രാജ്യത്തിൻ്റെ മുമ്പേ ആ രാജ്യവും അതിൻ്റെ നീതിയും തിരക്കിയാൽ എവരിത്തിങ് വിൽ ബി ആഡഡ് അൺടു യു. ഇതൊക്കെ നിങ്ങൾക്ക്, ദസ് തിങ്സ് ആർ ആഡഡ് അൺടു യു, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം കിട്ടുമെന്നല്ല, ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ആ വാക്യത്തിൻ്റെ പ്രഥമദൃഷ്ട്യ ഉള്ള വിശകലനം. ഞാനിത് പറയാൻ 2 വഴികളിലൂടെ പോകണം. ഒന്ന് ഇസ്രയേലിൻ്റെ ഒരു ചരിത്രമോ അവരഭിമുഖീകരിച്ചൊരു പ്രശ്നമാണ്. ലോകമധികം വികാസം പ്രാപിക്കാതിരുന്നൊരു പഴയ കാലത്ത് ഇസ്രയേൽ എന്നറിയപ്പെടുന്നൊരു ചെറിയ രാജ്യം, ആ രാജ്യം ഭരിച്ചിരുന്നത് ധർമ്മശാസ്ത്രങ്ങളെ, അതല്ലെങ്കിൽ നിയമങ്ങളെ. എത്തരം നിയമമെന്ന് ചോദിച്ചാൽ നാം എല്ലാം അറിയുന്ന ന്യായപ്രമാണത്തെ ആധാരമാക്കിയായിരുന്നു. ഈ ന്യായപ്രമാണം എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ഭരണഘടന പോലെ ആ രാജ്യത്ത് നിലനിന്നിരുന്ന പ്രമാണമാണ്. അതിൽ രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം, അതിൽ ഉദ്യോഗസ്ഥരെങ്ങനെ പെരുമാറണം, അതിൽ വീട്ടിലെങ്ങനെ പെരുമാറണം, നമ്മൾ പൗരന്മാർ എന്തായിരിക്കണം, മൃഗങ്ങളെ വളർത്തുമ്പോൾ സ്വീകരിക്കേണ്ട രീതി, കൃഷി എങ്ങനെയാണ് നടത്തേണ്ടത്, കൃഷിക്കാരനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്,
അതിൻ്റെ അളവ് നിയമങ്ങൾ എന്താണ്? അതുപോലെ പറയും മറ്റ് ഉപകരണങ്ങളുമുണ്ടല്ലോ, അളവ് തൂക്ക ഉപകരണങ്ങൾ, അതിൽ ഏത് നിലയിലാണ് അത് വെച്ചുള്ള ഈ ക്രയവിക്രയം നടത്തേണ്ടത്, ഇതെല്ലാം എഴുതിയിരിക്കുകയാണ്. കൂടാതെ എഴുതിയിട്ടുണ്ട് ഈ കൃഷിയും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതവും പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യൻ്റെ മറ്റിതര സാമൂഹ്യ ജീവിതക്രമങ്ങൾ. അത് സ്ത്രീയുടെ ഉത്തരവാദിത്വം എഴുതിയിട്ടുണ്ട്, പുരുഷൻ്റെ ഉത്തരവാദിത്വം എഴുതിയിട്ടുണ്ട്, പുരോഹിതൻ്റെ ഉത്തരവാദിത്വം എഴുതിയിട്ടുണ്ട്, സമൂഹത്തിലെ എല്ലാ തരം മനുഷ്യരുടെയും ഉത്തരവാദിത്വം, അത് രാജാവ് ചെയ്യേണ്ട ധർമ്മങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാം, വായിക്കേണ്ടതില്ല. ആവർത്തനം 17-ാം അധ്യായത്തിൽ ഒരു പ്രമാണം കൊടുക്കുന്നുണ്ട് രാജാവിന്. നിന്റെ ദൈവമായ യഹോവ നിനക്കൊരു ദേശം അവകാശമായി തരുമ്പോൾ ആ ദേശത്ത് നീ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വിദേശിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. നിന്റെ ദേശത്ത് തന്നെ ഉള്ള ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കണം. വിദേശിയാകരുത്, ഈ രാജ്യത്തുള്ള ഒരാളായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതാണ് നിയമം. രണ്ടാമത്, ആ വ്യക്തിയുടെ യോഗ്യതകൾ പറയുക. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാവിന് അവന് കുതിരകൾ അനവധി ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ ഒത്തിരി സമ്പത്ത് ആർജിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇത്ര കുതിര ഉണ്ട് എന്ന് പറയുക. ലക്ഷസും BMW ഒക്കെ ഒന്നുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇത്ര കുതിരയുണ്ട് എന്ന് പറയുക. അതുകൊണ്ട് അവന് കുതിര അനവധി ഉണ്ടാകരുത്. കുതിര ഉണ്ടാകാം, അനവധി ഉണ്ടാകരുത്. അടുത്ത നിയമം പറയുന്നുണ്ട്, അവന് ഭാര്യമാർ അനവധി ഉണ്ടാകരുത്. കല്യാണമൊക്കെ കഴിക്കാം, അനവധി ഭാര്യമാരുണ്ടാകരുത്. ഈ രണ്ടിൻ്റെയും കാരണം പറഞ്ഞത്, ഈ സ്ത്രീകൾ ഇവനെ വശീകരിച്ച് അയാളിൽ നിന്ന് രാഷ്ട്ര ചിന്താപരമായ കാര്യങ്ങൾ ചോർത്താനിടയുണ്ട്. അത് വരാതിരിക്കാൻ ഒരു വിശ്വസ്ത ഭാര്യ അവനൊപ്പം ഉണ്ടാകണം. അനവധി ഭാര്യമാരെ എടുക്കരുത്, കുതിര അനവധി ഉണ്ടാകരുത്. വീണ്ടും ഒരു യോഗ്യത പറയുകയാണ് രാജാവാകുന്ന ആളിന്. അയാൾ യഹോവയുടെ ന്യായപ്രമാണം സ്വന്തം കൈകൊണ്ട് എഴുതിയെടുക്കണം, അതിൻ്റെ ഒരു കോപ്പി എഴുതി സൂക്ഷിക്കണം. ഇതെല്ലാമാണ് അവിടെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിചിത്രമായ ഒരു കാര്യം കേൾക്കാം. ആവർത്തനം 17-ൽ നിയമം പറഞ്ഞിട്ട് നമ്മൾ ദിനവൃത്താന്തത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുക, ശലോമോൻ രാജാവിന് 12,000 കുതിരാലയങ്ങളും 40,000 കുതിരച്ചേവകരുമുണ്ടായിരുന്നു. അവന് 300 കുലീനഭക്തിമാരും 700 സാധാരണ സ്ത്രീകളും ഭാര്യമാരായിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ജ്ഞാനി എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് പറയുന്നത്. അവിടത്ത് നിയമം കൊടുത്തു, അരുത് അരുത് അരുത്. എന്നാൽ നമ്മൾ ഏറ്റവും ലോകം തന്നെ ബഹുമാനിക്കുന്ന ജ്ഞാനി എന്ന് പറയുന്ന രാജാവിൻ്റെ കാര്യങ്ങൾ പറയാം. അവന് 12,000 കുതിരാലയങ്ങൾ, 40,000 കുതിരച്ചേവകർ, പിന്നെ എണ്ണിയാൽ ഒഴുങ്ങാത്ത കുതിരകൾ ധാരാളം, സ്ത്രീകൾ. പിന്നെ പറയുകയാണ് വീട്ടിൽ ജനിച്ച ദാസന്മാരും അവനുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള യോഗ്യതയ്ക്ക് പുറത്തിറങ്ങുന്ന ഒരു ശീലം നമ്മൾ ആ രാജ്യത്ത് കാണാം. ഇതിനെതിരെ ഇന്നെന്ന പോലെ വിമർശിക്കാൻ ഒക്കില്ല. ഞാനിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് അക്കാലത്ത് ജീവിച്ചിരുന്ന് സോളമൻ്റെ നാട്ടിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ തലപോക്കാണ്, അല്ലെങ്കിൽ കൽത്തുറുങ്കിൽ കൊണ്ടടയ്ക്കും. രാജാവിനെതിരെ നമുക്ക് സംസാരിക്കാനാവില്ല. അതാ ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രാജാവിനെ വിമർശിക്കാം, മോഡിജിയെ വിമർശിക്കാം, മുൻപിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരെ വിമർശിക്കാം, നമ്മുടെ മുഖ്യമന്ത്രിയെ വിമർശിക്കാം, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാം. അത് പൗരനെന്ന നിലയിലുള്ള നിങ്ങളുടെ അവകാശമാണെങ്കിൽ പണ്ടതല്ല സ്ഥിതി. പൗരന്മാരില്ല, പ്രജകൾ മാത്രം. അതാണ് സ്ഥിതി. മാത്രമല്ല, ചില രാജ്യങ്ങൾ കുറെ കൂടി കടുകെട്ടിയാണ്. അത് രാജാവിനെ ബഹുമാനിച്ചാൽ മാത്രം പോരാ, ദൈവമായി കാണണം. തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഇന്നും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുണ്ട്. രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. എന്തിനാണ് രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് മാത്രം പറയുക? നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ എന്നൊരു രാജ്യമുണ്ടല്ലോ. അവിടെ ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിയൊക്കെ നമുക്കറിയാം. ആ മനുഷ്യൻ കിങ് ജോങ് ഉങ് എന്നൊക്കെയാണ് പേരൊക്കെ പറയാനൊരല്പം പ്രയാസമുണ്ട്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത, അയാളും സ്വന്തം അമ്മാച്ചനുമായിട്ട് എന്തോ പറഞ്ഞൊന്ന് പിണങ്ങി. അദ്ദേഹം ഒത്തും വിട്ടില്ല. ഈ അമ്മാച്ചനെ പിടിച്ച് നിർത്തി കശാപ്പ് ചെയ്ത് വളർത്തുന്നതായി ഇട്ടുകൊടുത്തു. ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. നോക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം സീരിയസ് ആയൊരു കാര്യം പാർലമെൻറ്റിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പാർലമെൻറ്റിലിരുന്നൊരു പാർലമെൻ്ററി മെമ്പർ ഇരുന്ന് ഉറങ്ങുന്നു. ഒട്ടും വിട്ടില്ല, ഒരു തോക്കെടുത്തങ്ങ് കാച്ചി. നോക്കണം, ഉറങ്ങിയതിന് കൊടുത്ത ശിക്ഷയാണ് ഒരു തോക്കെടുത്ത് കാച്ചി. ഇത് വായിച്ച ശേഷം എനിക്ക് തോന്നി, ഇയാളെ വിസ കൊടുത്ത് ഇങ്ങോട്ടൊന്ന് ഇറക്കിയാലും തോന്നി പലപ്പോഴും. നമ്മുടെ സഭയിലേക്കൊക്കെ ഒന്ന് ഇറക്കി. മനസ്സിലായില്ലേ? അത് മാത്രമേ ഉള്ളൂ എനിക്കത് ഗുണകരമായിട്ട് തോന്നിയൊരു കാര്യം. എന്താ കാര്യം? ഒരു മനുഷ്യൻ ഉറങ്ങിയതിന് കൊടുത്ത ശിക്ഷയാണ്. കാരണം ഇതിൻ്റെ പേരാണ് ഓട്ടോക്രസി, അഥവാ സ്വേച്ഛാധിപത്യം. സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് പെരുമാറുക. ഇതൊക്കെ നിലനിന്നിരുന്നു.
അപ്പോൾ ലോകത്തുള്ള ഭരണക്രമങ്ങളിലെല്ലാം മനുഷ്യൻ അതൃപ്തനാണ്, സംതൃപ്തനൊന്നുമല്ല. അപ്പോൾ നമുക്ക് ചോദിക്കും ജനാധിപത്യമോ? എന്നാലും പറയട്ടെ, ഉള്ളതിൽ താരതമ്യേന കൊള്ളാവുന്ന ഒന്നാണ് ഈ ജനാധിപത്യം. നമ്മൾ വോട്ടിട്ട് നമ്മുടെ ഒരു ഭരണാധികാരിയെ തീരുമാനിക്കുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുക. ആ ജനാധിപത്യത്തിനും പ്രശ്നമുണ്ട്. കാരണം നമുക്കതിൻ്റെ ഏറ്റവും വലിയ തിന്മ അറിയാം. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ്. അപ്പോൾ പരിഗണിക്കുന്നത് ഇയാളുടെ സമുദായം ഏതാണ് എന്ന് പരിഗണിക്കും. ക്രിസ്ത്യനാണോ, ഇസ്ലാമാണോ, ഹിന്ദുവാണോ എന്നൊക്കെ ഒരു പഠനം നടത്തിയിട്ട് അത്തരം ഒരാളിനെ പ്ലേസ് ചെയ്യുന്ന എന്താണെന്നറിയണ്ടേ? ആളുകൾ ജനാധിപത്യത്തെ തെറ്റായൊരു നിലയിൽ ഉപയോഗിക്കും. കാരണം മറ്റൊന്നും അവർക്ക് വിഷയമല്ല, ഇയാളിൻ്റെ യോഗ്യതയോ ഇയാളുടെ കഴിവോ പ്രാപ്തിയല്ല, എൻ്റെ സമുദായാംഗമാണെങ്കിൽ ഇരിക്കട്ടെ നിനക്കൊരു വോട്ട്. അത് ജനാധിപത്യത്തിൽ വരാവുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ കണ്ടു. അടുത്ത കാലത്ത് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ണൻ എന്ന പേരായ ഒരു കാൻഡിഡേറ്റ് ഞങ്ങളുടെ നാടിനടുത്ത് അടൂരിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണനെക്കുറിച്ച് പ്രചരിപ്പിച്ച കാര്യം, കണ്ണൻ്റെ മകൻ അർബുദബാധിതനാണ്, 2 കണ്ണൻ സുഖമില്ലാത്ത ആളാണ്, അദ്ദേഹം മരിച്ചും പോയി, അത് മറ്റൊരു സത്യം. ആ കണ്ണൻ വളരെ ഇല്ലായ്മക്കാരനാണ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, 100 കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെറ്റക്കുടിൽ ജനിച്ചു വളർന്ന ആളോ വാടകയ്ക്ക് താമസിക്കുന്ന ആളോ, ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ MLA ആകാനുള്ള യോഗ്യത ഇതൊക്കെയാണോ? അതിന് ഇദ്ദേഹത്തെ പരിരക്ഷിച്ച പോരെ നമ്മൾ? ഈ മനുഷ്യനെ വീട് കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, ചികിത്സ കൊടുക്കണം. നിയമനിർമ്മാണ സഭയിൽ പോയി ഇരിക്കാൻ ഒരാൾക്കുള്ള യോഗ്യത അയാൾക്ക് കഞ്ഞി വെക്കാനില്ല, അതിനെന്താ കുഴപ്പം? അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുക്കണം. അതിന് പഞ്ചായത്തൊക്കെ ഇടപെട്ട പോരെ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഒരു ദോഷമാണ്. മാത്രമല്ല, ഒരു സമൂഹം കൂടുതലുള്ള ഇടത്ത് മറ്റു മനുഷ്യർ പരിഗണിക്കപ്പെടാതിരിക്കും. എക്സാമ്പിൾ കൂടി പറയാം. കുറേ ഭായിമാരിവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അവരും നമ്മുടെ നാട്ടിൽ പൗരന്മാരായി, അല്ലെങ്കിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ റെഡിയായി. അവരിൽ ഒരാൾ മത്സരിച്ചാൽ മലയാളി അവൻ വോട്ട് ചെയ്യില്ല, വല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ തിരഞ്ഞു പിടിച്ച് അവനെ തോൽപ്പിക്കും. അങ്ങനെ വന്നവൻ ഇവിടെ ഭരിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റും. അപ്പോൾ ജനാധിപത്യം നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചു. ആ മനുഷ്യൻ കൊള്ളായിരിക്കാം, നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഈ റിസർവേഷൻ എന്നൊരാശയം, അതായത് അവനും നിർബന്ധമായും കാണണം, അങ്ങനെ ആംഗ്ലോ ഇന്ത്യനും SC ST ഒക്കെ വരണം എന്ന നിർബന്ധം ഭരണഘടനയിൽ എഴുതി വെച്ച ഇത് തെറ്റായിട്ട് ഉപയോഗിക്കരുത്. ഇങ്ങനെ പഴുതുകൾ അടച്ചുള്ള ഒരു സംവിധാനമാണ് ജനാധിപത്യത്തിൽ ചെയ്യാൻ ശ്രമിച്ചതെങ്കിലും അതും പരാജയപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലേക്ക് എനിക്കൊന്ന് പോകണം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. സന്തോഷമാണോ? അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ സ്വതന്ത്രമാകുകയാണ് 47. സ്വാതന്ത്ര്യം നേടിയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബ്രിട്ടീഷുകാരോട് മാത്രമല്ല നമുക്ക് യുദ്ധം ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യമില്ലാതിരുന്ന പരിസ്ഥിതിക്ക് വിപരീതം നിന്ന എല്ലാ ഘടകങ്ങളോടും പോരാടിയാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ആളുകൾ ധരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമുള്ള ആ സമരത്തെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയേണ്ടത്. അത് തെറ്റാണ്. കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കും മുമ്പ് തന്നെ 600 നാട്ടുരാജാക്കന്മാരുടെ പ്രജകളായിരുന്നു ഇന്ത്യക്കാർ. അപ്പോൾ അവരോടും ചെറുക്കണം. അവരോടുള്ള എതിർപ്പും സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോകുകയും ഈ നാട്ടുരാജാക്കന്മാർ നമ്മളെ ഭരിക്കുകയും ചെയ്താൽ മുമ്പ് പറഞ്ഞ പോലെ വിമർശിച്ചാൽ തല കാണൂല. അപ്പോൾ അവരോടും പോരാട്ടം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അകത്തും പുറത്തുമുള്ള ശക്തികളോട് ഒരുമിച്ച് പൊരുതി നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം എടുത്തത്. പക്ഷേ അതെല്ലാം യുദ്ധം ചെയ്തോ ആയുധം കൊണ്ടോ ഒന്നുമല്ല, ആശയപരമായ വലിയൊരു യുദ്ധം ഈ രാജ്യത്ത് നടന്നു. അതാണൊരു സത്യം. അങ്ങനെയാണ് 47 നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഘട്ടത്തിൽ 47 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടുകയാണ്. 47 ആഗസ്റ്റ് 14 രാത്രി. ആഗസ്റ്റ് 14 രാത്രിയിൽ അങ്ങനെ കൂടി 11:30 മണിയായപ്പോഴേക്കും അന്നത്തെ പിൽക്കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായ നെഹ്റു ഒരു പ്രസംഗം പറഞ്ഞു. വിവേകാനന്ദൻ അങ്ങ് അമേരിക്കയിൽ ചിക്കാഗോവിൽ പറഞ്ഞോലെ, അതല്ലെങ്കിൽ ലോകപ്രസിദ്ധങ്ങളായ ചില പ്രസംഗങ്ങളുണ്ടല്ലോ, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒക്കെ പ്രസംഗം എന്ന് പറഞ്ഞ പോലെ സുപ്രധാനമായിരുന്നു ആ ഒരു സ്പീച്ച്. അദ്ദേഹം പറഞ്ഞത് രാത്രി അരമണിക്കൂർ മുമ്പ്, 12 ആകാൻ നാഴികമണി 12ലേക്ക് കിടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് പറയാണ്, യുഗങ്ങൾക്ക് മുമ്പ് നമ്മൾ ചരിത്രവുമായി ഒരു മുഹൂർത്തം കുറിച്ചു വച്ചിരുന്നു. എന്ത് മുഹൂർത്തം എന്ന് ചോദിച്ചാൽ, ലോകമെല്ലാം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അജ്ഞതയുടെ പടവുകൾക്കുള്ളിൽ ഇരുട്ടിൽ കഴിയുന്ന നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കേണ്ട ഒരു മുഹൂർത്തം ചരിത്രത്തോട് പണ്ടേ നമ്മൾ കുറിച്ചെഴുതി തയ്യാറാക്കി വച്ചിരുന്നു. നമ്മൾ അതേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായൊരു പ്രസംഗം. അങ്ങനെ നമ്മൾ
നാഴികമണി 12 അടിച്ചപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായി. പിറ്റേന്ന് സംഭവിക്കുന്നത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന അതിശക്തമായ യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പതാക അഴിച്ചു മാറ്റിക്കൊണ്ട് പിംഗല വെങ്കയ്യ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരൻ രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാക തലസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമായി, റിപ്പബ്ലിക്കായി പിൽക്കാലഘട്ടത്തിൽ ഭരണഘടന ഉണ്ടായി. ഈ ഭരണഘടനയിൽ മറ്റൊന്നുമില്ലാത്തൊരു സവിശേഷതയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഭരണഘടന എന്ന് പറയുന്നത് ഏതാണ്ട് 12 പട്ടികകളും 12 വകുപ്പുകളും 22 പട്ടികകളും 395 ആർട്ടിക്കിളുമുള്ള ഒരു സവിശേഷ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ആരംഭിക്കുന്ന തന്നെ നമ്മളുടെ ടെറിട്ടോറിയൽ എക്സ്റ്റൻഷൻ, നമ്മുടെ രാജ്യം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആദ്യം നിർദ്ദേശക തത്വങ്ങളുണ്ട്, നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ആ ഭരണഘടന സ്ഥാപിക്കുന്നു എന്നൊക്കെ ആമുഖത്തിലുണ്ട്. ഇനി രസകരമായ ഒരു ചിന്ത എന്നുള്ളത് അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദെൻ ഇന്ത്യ എന്താണെന്ന് പറയാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് വെച്ചാൽ എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അനവധി സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ബംഗാൾ, മഹാരാഷ്ട്ര, ഹരിയാന, ഇങ്ങനെയുള്ള അനവധി സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് അത് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഒന്നാമത്തെ ക്ലോസ് അതാണ്. പക്ഷേ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ക്ലോസുകൾ പരസ്പരം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഒന്നുകൂടി പറഞ്ഞാൽ അതിനിട്ട് തന്നെയാണ് ആദ്യത്തെ ബോംബ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മലയാളിയുടെ ആഹാരമോ മലയാളിയുടെ ഭാഷയോ മലയാളിയുടെ സംസ്കാരവുമല്ല തെലുങ്കാനക്കാരൻ്റെ, അതല്ല തമിഴൻ്റെ, അതല്ല കന്നഡക്കാരൻ്റെ, അതല്ല നമ്മുടെ ഹരിയാനക്കാരൻ്റെ, അതല്ല ബംഗാളിയുടെ, അതല്ല നോർത്ത് ഈസ്റ്റിൻ്റെ. നമുക്കെല്ലാം വ്യത്യസ്ത അഭിരുചികളാണുള്ളത്. വ്യത്യസ്തമായ ആഹാരം, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത വസ്ത്രധാരണം. ആ വ്യത്യസ്തത നിലനിർത്തണം എന്നാണ് ഒന്നാമത്തെ ക്ലോസ്. ആദ്യത്തെ ക്ലോസ് ആണത്. ഭരണഘടന തുടങ്ങുമ്പോഴെഴുതിയത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. അതിനെതിരെയാണ് ഇപ്പോൾ നിയമങ്ങൾ മാറ്റിമറിച്ച് അങ്ങനെയല്ല, നമുക്കെല്ലാം ഒരു ഭാഷ സംസാരിക്കണം, നമുക്കെല്ലാം ഒരേ തരം ഭക്ഷണം കഴിക്കണം, നമുക്കെല്ലാം ഒരു മതമായിരിക്കണം, നമുക്കെല്ലാം ഒന്നായിരിക്കണം. കേട്ടാൽ രസകരമെങ്കിലും ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ വൈവിധ്യം, അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിനെതിരെ നിലപാടുകളെടുക്കുന്ന ഭരണസംഹിതകളും ഭരണകൂടങ്ങളും ഈ സംവിധാനത്തെ, ഈ ഭരണഘടനയെ ഭയക്കുന്നു. അതുകൊണ്ട് 48-ൽ ഈ ഭരണഘടനയൊക്കെ തയ്യാറായി വരുമ്പോൾ ഇത്തരം സംഘടനകൾ അവരുടെ മുഖപത്രത്തിൽ തന്നെ കൃത്യമെഴുതി ഈ ഭരണഘടനയിൽ എവിടെയും ഇന്ത്യൻ മൂല്യങ്ങളില്ല, ഇത് വൈദേശികമാണ്, കനേഡിയനാണ്, ബ്രിട്ടനുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു, ബൈബിളുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു. ഇതിലൊരു ചെറിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്താണെന്നറിയണ്ടേ? നിങ്ങൾ പലരും അറിഞ്ഞിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യം. ഈ ഭരണഘടന പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പണിയെടുത്ത ആളുകൾക്കിടയിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലൊരു പാസ്റ്ററും ഉണ്ടായിരുന്നു. സന്തോഷമുണ്ടോ? ഒരു പാസ്റ്റർ, BA-ക്കാരനായ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന യേശുവിനെ സ്വീകരിച്ച അനുഗ്രഹീതനായൊരു പാസ്റ്റർ. അദ്ദേഹത്തോടുള്ള ഇഴയടുപ്പ് അല്പം കൂടി അടുത്തു വരാൻ ഞാൻ ഒരു ചരിത്രം കൂടി പറയാം. നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭകാല പ്രധാനിയായിരുന്ന, സ്ഥാപകനായിരുന്ന നമ്മുടെ K. എബ്രഹാം സാറുണ്ട്. ആ K. എബ്രഹാം സാറിനെ വിവാഹം കഴിപ്പിച്ച ആ ദൈവദാസൻ്റെ പേര് പാസ്റ്റർ അഹമ്മദ് ഖാൻ എന്ന മുസ്ലിം കൺവേർട്ടായ ഒരു ദൈവദാസനായിരുന്നു വിവാഹം കഴിപ്പിച്ചത്, കല്യാണം നടത്തിയത്. ആ ദൈവദാസൻ ഉൾപ്പെട്ട സഭയുടെ പേര് ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്നായിരുന്നു. ആൻഡേഴ്സൺ ചർച്ച് ഗോഡിലെ മറ്റൊരു പാസ്റ്ററായിരുന്നു JJM നിക്കോൾസൺ റോയ് ഫ്രം ആസാം. ആസാമിൽ നിന്നുള്ള അന്നത്തെ കാലത്തെ ബിരുദധാരിയായ JJM നിക്കോൾസൺ റോയ്. ആ റോയിയാണ് ഭരണഘടനയുടെ 6ാം പട്ടിക തയ്യാറാക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനിയായി നിന്നത് എന്താണ്? 6ാം പട്ടികയിലെന്നറിയണ്ടേ? ഈ രാജ്യത്തിലെ ആദിവാസി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ എന്താണെന്ന് എഴുതി സ്ഥാപിക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. മലയാളികളായ 3 സ്ത്രീകളും ഈ ഭരണഘടന രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ സ്ഥാപിച്ചെടുത്ത ഈ ഭരണഘടന വരും മുമ്പ് നിങ്ങൾ ആരായിരുന്നു അറിയണ്ടേ? വെറും പ്രജ. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് 108 വിധ കരം കൊടുക്കാൻ ബാധ്യസ്ഥരായി തീർന്ന വെറും പ്രജകളായിരുന്നെങ്കിൽ ആ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെ ആ ഇന്ത്യൻ ഭരണഘടന രേഖപ്പെടുത്തി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഈ ഇന്ത്യക്കാരായ ഞങ്ങൾ എന്ന് പറയത്തക്ക വിധം ഇന്ത്യക്കാരനെ ഏകോപിപ്പിച്ച ഘടകം ആ ഭരണഘടനയാണ്. അത് നടപ്പിലാക്കുക എന്നതാണ് ജയിച്ചു പോകുന്ന ഏതൊരു ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തം. അതിലെഴുതിയ അനേക കാര്യങ്ങൾ നടപ്പിലാക്കാൻ കിടക്കുന്നു.
അത് 100 കൊല്ലത്തോളം അടുക്കുന്ന ഈ ഘട്ടത്തിൽ അത് നടപ്പിലാക്കാതെ പോയതാണ് ഈ രാജ്യത്തിന് വന്ന ഭവിഷ്യത്ത് എന്നുള്ള ഒരു പ്രശ്നം കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ മനുഷ്യരെ അസ്വസ്ഥരാണ്. എന്താണ് അസ്വസ്ഥത എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളടക്കത്തിലേക്ക് വരാം. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ വിമർശിക്കുന്നു, അത് ശരിയല്ല എന്ന് പറയുന്നു. ശരിയല്ല എന്ന് ഇന്ന് പറയുന്നവർ അടുത്ത ഘട്ടം കടക്കുമ്പോൾ മറ്റവർ വന്ന് ഇതുപോലെ പറയും, ഇതൊന്നും ശരിയല്ല, ഒന്നും ശരിയല്ല, ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരവസരം തരൂ എന്നാണ് ഓരോ ഭരണകർത്താക്കളും പറയുന്നത്. ഞാനതിന് ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മുമ്പ് ജീവിച്ചിരുന്നത് പൂഞ്ഞാർ എന്ന സ്ഥലത്താണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലം. ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ചീഫ് വിപ്പ് ഉണ്ടായി. ചീഫ് വിപ്പ്, മുമ്പ് ചീഫ് വിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ചീഫ് വിപ്പുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പഠനങ്ങൾ നടത്തി. ഇത് ഇവരുടെ ശമ്പളം എത്ര, എന്താണ് ജോലി, ചുരുക്കി പറഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മാറി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറിയപ്പോൾ അവിടെയും ചീഫ് വിപ്പ്. രണ്ട് മുന്നണിയിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവിടുത്തെ ചീഫ് വിപ്പിനെ പേടിച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടെയും ചീഫ് വിപ്പ്. പ്രത്യേകിച്ചൊരു പണിയില്ല. ഏതാണ്ട് 2.5 കോടി ഉറുപ്പിക ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം നമ്മുടെ ഖജനാവിൽ നിന്ന് പോകും. ഒരു പണിയുമില്ലാത്ത ഒരു സംഗതിയാണ്. ഒരു മുന്നണി വന്നാൽ ഇത് മാറ്റുമോ? മാറ്റില്ല. മറ്റൊരു മുന്നണി വന്നാൽ ചേർക്കുമോ? ചേർക്കില്ല. ഒരു പുതുമ അവർക്ക് പറയാനുണ്ടോ? ഇല്ല. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ഒരു MLA ശമ്പളം കെട്ടാൻ നടുങ്ങിപ്പോകും. 70,000 ഉറുപ്പികയുണ്ട്. 2 സ്റ്റാഫിനെ വെക്കാം, 20,000 വെച്ച് വേറെ. അതുകൂടാതെ 1.25 ലക്ഷം രൂപ വെച്ചുള്ള ഒരു സെക്രട്ടറിയെ, അണ്ടർ സെക്രട്ടറിയുടെ നിലവാരമുള്ള ഒരാളെ വേറെ നിയമിക്കാം. അദ്ദേഹത്തിന് ഫോൺ അലവൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് 15,000 രൂപയാണ്. ഫോൺ സൗജന്യമാണെന്ന് ഓർക്കണം. ഒരു വർഷം വിളിച്ചാൽ പോലും ഈ 2,000 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ റിലയൻസിൽ ഒരു വർഷം സൗജന്യം വിളിക്കാം. അപ്പോൾ ഇതിന് പുറമെ ഓരോ മാസവും 15,000 ഉറുപ്പികയാണ്. ഒരിക്കൽ MLA ആയിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നിയമസഭയിൽ എവിടെങ്കിലും ഇവരുടെ ആനുകൂല്യം പാസ്സാക്കുന്നതിൻ്റെ അന്ന് ഒരു ഇറങ്ങിപ്പോക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒറ്റ പ്രതിപക്ഷവും പോകില്ല, ഒറ്റ ഭരണപക്ഷത്തിനും തർക്കമില്ല, ആർക്കും തെറിവിളിയില്ല, സമരമില്ല, യുദ്ധമില്ല. എന്താ സംഭവം? ഈ രാജ്യത്തിൻ്റെ സ്വത്തും സമ്പത്തുമൊക്കെ ഈ വിധത്തിൽ സെക്രട്ടറിമാരും വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് എന്നോട് ഏതാണ്ടൊരു പിണക്കം. അതുതന്നെയാ പ്രശ്നം. മനസ്സിലായിട്ടുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ സമ്പത്ത് ചോർന്നു പോകുന്ന ഒരു ഭരണവ്യവസ്ഥിതി. ഞാൻ കലുഷിതമായ മനസ്സോടെ ഇതിനെ കാണുന്നു. നിങ്ങൾ അസ്വസ്ഥരായിട്ട് ഈ അവസ്ഥയെ കാണുന്നു. പിന്നെയും പറയട്ടെ, ട്രെയിൻ യാത്ര സൗജന്യം, വിദേശയാത്ര സൗജന്യം, അവരുടെ കൂടെ വരുന്നവർക്ക് ചികിത്സാ സൗകര്യം, ഇതിന് പുറമെ 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ഗംഭീര പരിപാടിയാണ്. ചുരുക്കത്തിൽ ഒരു തവണ ജയിച്ചാൽ മതി, സംഗതി കുശാലാണ്. ആരാണെങ്കിലും അതുകൊണ്ടാണ് മാറിയൊക്കെ പലരും വരട്ടെ. കാരണം ചിലരിങ്ങനെ ഭരിച്ചു അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ദുഃഖം. ഇതൊന്നും മോശമാണെന്ന് അഭിപ്രായമില്ല കേട്ടോ. തീരെ ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. ഈ റോഡ് വന്നല്ലോ, റെയിൽവേ വന്നല്ലോ, പാലം വന്നല്ലോ, ഇതൊക്കെ വേണം. ഇല്ലെങ്കിൽ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവില്ല. എല്ലാ സംവിധാനവും വേണം. പക്ഷേ ചിലതങ്ങ് അതിരി കടന്നു പോകുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടോ? അങ്ങനെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പറയാ, ഇതൊക്കെ മനസ്സുകൊണ്ട് മറന്നിട്ട് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഈ വേദന അങ്ങ് മാറിക്കിട്ടും, ഈ പ്രയാസം അങ്ങ് മാറിക്കിട്ടും. ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കാലിലെ മന്ത് അടുത്ത കാലിലേക്ക് മാറ്റി വെക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിനകത്തൊന്നും വലിയ കാര്യമോ വലിയ വ്യത്യാസമോ ഇല്ല. ഇതാണ് ആകത്തുകയിൽ പറയാനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഒരു കലാശക്കൊട്ടിനും പോകാതെ ഇവിടെ ഇരിക്കാൻ കാരണം ഈ സത്യം മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ലോകം മനസ്സിലാക്കണം, ഞങ്ങൾ വിവരമില്ലാതെ ഇവിടെ വന്ന് കൂടിയതല്ല. കൊട്ടുമ്പോഴും പാടുമ്പോഴും എനർജി കിട്ടുമെന്ന് ഞങ്ങൾക്കും അറിയാം. ഇതിലൊക്കെ കുറേ രസമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഓട്ടൊക്കെ ആർക്കെങ്കിലും തരാൻ സാറേ. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. ഇതിനകത്ത് ഉള്ളുകളികളും രീതികളും ലക്ഷ്യങ്ങളും ഒക്കെ അറിഞ്ഞു. വീണ്ടും ഇതിനകത്ത് വലിയ പോളിസികളുമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഒരുത്തൻ്റെ കൊടി ഇന്നവൻ കളഞ്ഞിട്ട് മറ്റൊരിടത്തിരിക്കുന്നു, ആ കൊടി കളഞ്ഞിട്ട് അതേ പുള്ളി വേറൊരിടത്തിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പറയും, എന്നിട്ട് പോയെടുത്തിട്ട് തിരിച്ചു വരുന്നിട്ട് പറയും, തറവാട്ടിലേക്ക് മടങ്ങി വന്ന ഒരു സന്തോഷമാണിപ്പോൾ എനിക്ക് കിട്ടുന്നത്. തെറ്റുപറ്റിപ്പോയി, തറവാട്ടിലേക്ക് തിരിച്ചു വന്നു. നിങ്ങൾ ഈ പ്രഹസനമൊക്കെ ആരോടാ എൻ്റെ സുഹൃത്തുക്കളെ പറയുന്നത്? അപ്പോൾ ഞാൻ ഇത്രയൊക്കെ എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഈ അടുത്തകാലത്ത് ഒരു ചാനലിൽ ഒരു പെൺകുട്ടി എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. നിങ്ങൾ ചിലർ കണ്ടു കാണാം. അവരിങ്ങനെ ചോദിക്കുക, നമ്മളെക്കുറിച്ചൊക്കെ ചോദിക്കുക, ക്രിസ്തീയ ആരാധന രീതിയും ഇതിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് നമ്മളെന്തോ ഈ സമൂഹത്തെക്കുറിച്ചൊന്നും പഠിക്കാതെ പോകുന്നു എന്നൊരു ചിന്തയിലാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഗുരു പഠിപ്പിച്ച പാഠങ്ങളിലൂടെ നിലനിൽക്കും. എന്താ കാരണം? ഈ ഗുരുവിനെ പോലെ പൊളിറ്റിക്സ് വൃത്തിക്ക് കൈകാര്യം ചെയ്ത മറ്റൊരാളും ലോകത്തില്ല. എന്താ കാര്യം? നാളെ കഴിഞ്ഞ് നമുക്കൊരു ഇലക്ഷനുണ്ട്. നിങ്ങൾ ആർക്ക് ചിന്തിച്ചു വെച്ചോ അവർക്കങ്ങ് ചെയ്തു പോകണം. പണ്ട് നമ്മൾ ഈ കറക്കിക്കുത്തെന്നൊക്കെ പറയില്ല, കുട്ടികൾ ആർക്കെങ്കിലും ഈ എന്താ പറയുക പരീക്ഷയൊക്കെ എഴുതേണ്ടി വരുമ്പോൾ
അറിയാൻ വയ്യാതെ വരുമ്പോൾ കറക്കി കുത്തുമെന്ന് പറഞ്ഞ പോലെ കറക്കി കുത്തിയോ അല്ലെങ്കിൽ സ്ഥിരം ഒരിടത്ത് കുത്തുന്നുണ്ടെങ്കിൽ അവിടെയോ പുതുതൊന്ന് പരീക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവിടെയോ ഇതിലൊന്നും എനിക്ക് ഇടപാടില്ല, നിങ്ങളുടെ ഇഷ്ടം. അതാണ് കാര്യം. ഇനി അതൊന്നുമല്ല, ഏറ്റവും പിന്നിക്കിടക്കുന്ന അർഹതപ്പെട്ട ഒരാളുണ്ട് മുമ്പിൽ കയറി വരാൻ, അത് ഞാൻ നിർദ്ദേശിക്കാം. ഏറ്റവും പുറകെ കിടക്കുന്ന ഒരാളിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ പേര് നോട്ട എന്നാണ്. നൺ ഓഫ് ദി എബോ, മോളിൽ പറയുന്ന ആർക്കും അല്ല എന്ന് പറഞ്ഞ് അവിടെ വേണേലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ്, ഈ പ്രതിസന്ധിക്കൊന്നും ഇത്തരത്തിൽ അയവും പരിഹാരവും ഇല്ലാതിരിക്കെ ഞങ്ങളുടെ നിലപാട് ആദ്യം തന്നെ പറയാം. എന്താ നിലപാടെന്നറിയണ്ടേ? ഈ ഗുരു പഠിപ്പിച്ചു, നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ ആ ഭരണകൂടത്തിന് നികുതി അടയ്ക്കണം എന്ന് പഠിപ്പിച്ചു. നികുതി ഈ ഗുരു പഠിപ്പിച്ചതാ. ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഗുരു നീ വേറൊരു രാജ്യത്തെ പറ്റി പഠിപ്പിക്കുക, നീ മറ്റൊരു രാജ്യത്തിൻ്റെ വക്താവാ, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നേ, അതുകൊണ്ട് ഞങ്ങൾ കൈസർക്ക് നികുതി അടയ്ക്കണോ, റോമൻ ഭരണകൂടത്തിന് നികുതി അടയ്ക്കണോ? കർത്താവ് ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് പറഞ്ഞു, ഈ നാണയത്തിലൊരു മുദ്രയുണ്ടല്ലോ, ഈ മുദ്ര ആരുടെയാ? അത് കൈസറുടെയാ. അങ്ങനെയാണെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്ക് അടയ്ക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന്, രണ്ടിനും രണ്ടാ എന്ന് പറഞ്ഞ് ആത്മീയതയെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും അങ്ങ് വേർതിരിച്ചു. അത് കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് പറഞ്ഞു. പള്ളിയോ ക്ഷേത്രമോ മോസ്കോ ഒന്നും ആരാധനയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്, അത് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഇടങ്ങളാക്കരുത് എന്ന് കർത്താവ് കൃത്യം പറഞ്ഞു. മാത്രമല്ല നികുതി അടയ്ക്കണം, അത് നിർബന്ധമാണ്. രണ്ടാമതൊന്നുകൂടി പറഞ്ഞു, രാജ്യം ഭരിക്കുന്ന ആ ഭരണകൂടത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ല, ഉറങ്ങാൻ നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ല. എന്തിനാണെന്നറിയണ്ടേ? അവർ സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു ഭരണം കഴിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഭരണാധികാരികൾക്കൊക്കെ നല്ല സുഖസൗകര്യങ്ങൾ വേറെ കൊടുക്കും. ഞാൻ MLA-യുടെയും MP-യുടെ ഇതിലൊക്കെ 10 മടങ്ങ് ഇരട്ടിയാണ്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ സുഖസൗകര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇതിലും വലുതാ മന്ത്രിമാർക്കും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാ ഇത് ചെയ്യുന്നറിയണ്ടേ? ഇവർക്ക് ഇത്രയും സ്റ്റാഫിനെയൊക്കെ കൊടുക്കുന്നത്. രാവിലെ നമുക്കറിയാം, ഒരു കട്ടൻ ചായ അല്ലെ കട്ടൻ കാപ്പി കുടിച്ച് എണീക്കുന്ന ഒരാളുണ്ടല്ലോ, ഈ പുള്ളിയുടെ കാപ്പി പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരസ്വസ്ഥത. ചായ ഇട്ടത് ആരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അടുത്ത കാലത്ത് ഞാൻ ഒരു കൺവെൻഷന് ചെന്നപ്പോൾ നിർബന്ധിച്ചൊരു ചായ കുടിക്കാൻ ആ ആൾക്കാർ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഇത് ഫ്രിഡ്ജിൽ വെച്ച ചായയാണോ? കാരണം ഇതും കുടിച്ചിട്ട് നമുക്ക് സ്റ്റേജിൽ നിൽക്കേണ്ടതാ. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനത് കുടിച്ചില്ല, കാരണം നോക്കിയപ്പോഴേ തണുത്തതാണ്. എന്തിനാ പറഞ്ഞാന്നറിയണ്ടേ? മന്ത്രി ഇത്ര ഒരു ചായ കുടിച്ചിട്ട് അങ്ങേര് പോയിട്ട് ഈ മന്ത്രിസഭയിൽ ഇരുന്നൊരു ചർച്ചയ്ക്കകത്ത് ഈ അസ്വസ്ഥത കൊണ്ട് നല്ല തീരുമാനമെടുക്കാൻ പറ്റാതെ വരും. അത് ഇത്രയും മനുഷ്യരെ ബാധിക്കും. അതിന് നമ്മൾ ഈ സുഖസൗകര്യം എല്ലാം കൊടുക്കുന്നത്. സാർ ഇതെല്ലാം ആസ്വദിച്ചോ എന്ന് പറഞ്ഞ് വിടുന്ന എന്തിനാ? ബാക്കി മനുഷ്യരെ നന്നായി ഭരിക്കാൻ ഒരു കാമാൻ കോയറ്റ്, ഒരു എന്താ പറയുക, നല്ല ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അതാ ജനാധിപത്യം. എന്നാൽ മറുവശത്തൊരു കാര്യമുണ്ട്. ഈ ഇത്തരം സുഖസൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാൾ എടുക്കുന്നൊരു തീരുമാനം പാളിപ്പോയാൽ അത് രാഷ്ട്രത്തെ കംപ്ലീറ്റ് ബാധിക്കും. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ പൗലോസ് പഠിപ്പിച്ചു, നിങ്ങൾ വിശേഷാൽ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നോക്കണം, എന്താ കാര്യം? അവരൊരു തീരുമാനമെടുത്ത് പാളിയാൽ അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം, യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം, സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം, ഇതൊക്കെ എടുക്കുന്ന സമയത്ത് അസ്വസ്ഥചിത്തനായി തീരുമാനമെടുക്കേണ്ടി വന്നാൽ രാഷ്ട്രത്തെ മുഴുവൻ പൗരന്മാരെയും അത് ബാധിക്കും. അങ്ങനെ വരാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ ഒരു പരലോക ചിന്ത, വരാനിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ചിന്ത പറഞ്ഞുകൊള്ളൂ. അത് പറയുമ്പോൾ തന്നെ ഈ ലോകത്തിലെ കടപ്പാടുകൾ നിർവഹിച്ചു പോകണം. രാഷ്ട്രത്തോടുള്ള കടപ്പാട്, ഈ നന്ദിയും കൂറുമൊക്കെ പ്രകടിപ്പിച്ചു പോകണം. ഞാൻ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയും. ഒരു തമാശയാണ്. നാളുകൾക്കപ്പുറത്ത് ഒരിടത്ത് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഒരു അമ്മച്ചി ഒരു ആവശ്യം വന്ന് പറഞ്ഞു. ഒരു പകൽ യോഗമാണ്, എന്നിട്ടൊരു ആവശ്യം വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ? അമ്മച്ചിയുടെ റേഷൻ കാർഡ് APL ആക്കി, BPL ആയിരുന്നു, മെമ്പറെല്ലാം കൂടെ കൂടി ഒരു പണി തന്നു, APL ആക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ദൈവം പ്രാർത്ഥന കേട്ടതാണ്. കാരണം അമ്മച്ചി ദാരിദ്ര്യം മാറാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അമ്മച്ചി ദൈവം BPL നിന്ന് പോക്കി എങ്ങോട്ടിട്ടു? APL. അപ്പോൾ ആ അമ്മച്ചി ഹല്ലേലൂയ പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. ഞാനിത് എന്തിനാ പറഞ്ഞേ? ഞാൻ ചെല്ലുന്നിടത്തൊക്കെ പറയാറുണ്ട്, കുറഞ്ഞ വർഷം ദൈവമക്കൾക്കിടയിൽ നിന്നെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഈ 2 രൂപയുടെ അരിയൊന്നും വാങ്ങരുത്, വേറൊന്നും കൊണ്ടല്ല. നമ്മളെക്കാൾ അർഹതപ്പെട്ട മനുഷ്യർ അത് വാങ്ങാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ രാഷ്ട്രത്തെ സഹായിക്കണം. അരി അത്തരത്തിൽ പോയി വാങ്ങിയെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സഹായിക്കണം. സഭ അതിനുവേണ്ടി ഉള്ളതാണ്. സഭയ്ക്കകത്ത് അത്തരം ദരിദ്രരും കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ കൂടിയുള്ള ബാധ്യത നമ്മുടെ സഭകൾക്കുണ്ട്.
ഇതെല്ലാം ഭരണകൂടത്തിന് വെച്ചു കൊടുക്കരുത്. ഈ ജോലി നമ്മളാൽ സഹായിക്കപ്പെടേണ്ടവരുണ്ട്. അതുകൊണ്ട് പലയിടത്തും ഞാനിത് പഠിപ്പിച്ചു. ഇത്രയും ആ BPL പേര് കിടക്കണമെന്നും 2 രൂപയ്ക്ക് അരി മേടിക്കണമെന്നും എനിക്കെന്ത് സൗജന്യം കിട്ടും അതൊക്കെ പോയി മേടിക്കണമെന്നും ഒക്കെ ഉള്ള നിലവാരം വിട്ടിട്ട് എനിക്ക് കുറെ കൂടി സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിയണം എന്നുമുള്ള ഒരു ചിന്ത കൂടി ഉണ്ടാകണം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ പൊളിറ്റിക്കൽ തലം അങ്ങ് വിടുന്നു. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് കിടക്കാം. കാരണം അതിൻ്റെ പരിമിതിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തന്നു. ഇന്ന കുഴപ്പമുണ്ട്, അത് അതിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതൊക്കെ മാറാൻ എന്താ വഴി? അങ്ങനെ പെട്ടെന്നൊന്നും ഇത് മാറില്ല. മാറാത്തത് ഒരു സിസ്റ്റം കറക്റ്റഡ് ആണെങ്കിൽ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. തന്നെ ഇടിച്ചു നീക്കിയല്ലാതെ വഴിയൊന്നുമില്ല. അതിന് നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. കാരണം നമുക്ക് കണ്ടു, ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കുറ്റം പറഞ്ഞ് മറ്റൊരു സംവിധാനം വന്നാൽ അതും കറക്റ്റഡ് ആകും. അതിനും പ്രശ്നങ്ങളുണ്ട്, അതും കറക്റ്റഡ് ആകും. അങ്ങനെ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ ഒരു സംവിധാനവും നിലവിലില്ലാത്ത പരിതസ്ഥിതിയിൽ ഈ രാജ്യത്ത് ഈ ഒരു സ്വഭാവ സവിശേഷതകൾക്കിടയിൽ നമുക്ക് നടത്തേണ്ട ഒരു പുത്തൻ അന്വേഷണമാണ്. ആ അന്വേഷണം യേശു പഠിപ്പിക്കുകയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. അതിമനോഹരമായൊരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. അത് 4 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാണാൻ പറ്റും. യേശുവിൻ്റെ ഉപവാസമാണ് 4-ാം അധ്യായം. 4-ാം അധ്യായത്തിലെ ഉപവാസം തന്നെ ഒരു വലിയ രാജകീയമായ എൻട്രി യേശു ലോകത്തിലേക്ക് നടത്തുകയാണ്. അതെങ്ങനെയൊന്നും ഞാൻ പറയാം. 4 സുവിശേഷങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. 4 സുവിശേഷ രചനകൾ. അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഒരു രാജാവ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. രാജാവ്. അതിൽ മാർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ഒരു ദാസനായി, സേവകനായിട്ടാണ് മാർക്കോസ് അവതരിപ്പിക്കുന്നത്. ലൂക്കോസിലേക്ക് വരുമ്പോൾ യേശുവിനെ മനുഷ്യനായിട്ടാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. യോഹന്നാനിലേക്ക് വരുമ്പോൾ യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് സാക്ഷാൽ ദൈവമായിട്ടാണ്. 4 അർത്ഥതലങ്ങൾ 4 സുവിശേഷ രചനയ്ക്കുണ്ട്. 4ലെ ഉള്ളടക്കം സെയിമാണ്, 4ലെയും ആശയങ്ങൾ സെയിമാണ്, 4ലെയും കാര്യങ്ങൾ സെയിമാണ്. പക്ഷേ അവർ കണ്ട വീക്ഷണഗതി 4ആണ്. ആ വീക്ഷണഗതിയിൽ ഒരുവൻ യേശുവിനെ രാജാവായിട്ട് അവതരിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമകളെല്ലാം രാജാവിന് യോജിക്കുന്ന ഉപമകളാണ്. രാജാവിന്റെ വിവാഹത്തെക്കുറിച്ചാണ്, രാജാവിന്റെ വിവാഹ സദ്യയെക്കുറിച്ചാണ്, അതിൽ ക്ഷണിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ്, രാജ്യത്തെക്കുറിച്ചാണ്, രാജ്യനീതിയെക്കുറിച്ചാണ്. മാർക്കോസിലേക്ക് വരുമ്പോൾ പണിയെടുക്കുന്ന, കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള പരാമർശമാണ്. അതിൽ വിശ്വസ്ത ദാസനും യജമാനനും തമ്മിലുള്ള ഇടപാടുകളാണ്. അതിൽ താലന്തുകൾ വ്യാപാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണിക്കേണ്ട മാന്യതയെ കുറിച്ചാണ്. ലൂക്കോസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു വൈദ്യനാണ്. വൈദ്യൻ ലക്ഷ്യമിടുന്നത് ശരീരത്തിന്റെ തികവാണ്, മനസ്സിന്റെ സുഖമാണ്, ആരോഗ്യമാണ് വൈദ്യന്റെ ലക്ഷണം. ആ വൈദ്യൻ എപ്പോഴും നമ്മളെ പൂർണ്ണനാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് രോഗശാന്തി നൽകി, നമുക്ക് ഇഞ്ചക്ഷൻ നൽകി, മരുന്ന് നൽകി നമ്മളെ പൂർണ്ണരാക്കണം, നമ്മെ ബലമുള്ളവരാക്കണം. സുഖമായോ എന്ന് ഡോക്ടർ ഒരു പ്രഭാതത്തിൽ വന്ന് നമ്മളോട് ചോദിക്കുക, കിടപ്പ് രോഗിയോട്. അതിന്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ രോഗമൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ തിരിച്ചെത്തിയോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആരോഗ്യവാനായോ എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ സന്തോഷമായിരിക്കുന്നോ? അദ്ദേഹത്തിന്റെ സന്തോഷം നിങ്ങൾ സുഖം പ്രാപിച്ചു വരണം. പക്ഷേ വൈദ്യന്മാർക്കൊരു കാര്യം അറിയാം, എന്തെല്ലാം മരുന്നുകൾ ചെയ്താലും ഒടുക്കം പ്രവർത്തിക്കാതെ, പ്രതികരിക്കാതെ വരുമ്പോൾ ഡോക്ടർ കതക് തുറന്ന് പുറത്തേക്ക് വന്ന് ആകാംക്ഷയോടെ നിൽക്കുന്ന നമ്മളോടൊരു കാര്യം പറയും, പ്രതീക്ഷകളൊക്കെ തീർന്നു, ഇനി പ്രാർത്ഥിച്ചുകൊള്ളുക, ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്താ കാര്യം? ഈ മരുന്ന് ഈ രോഗിയിലേക്ക് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അതിനോട് രോഗി പ്രതികരിക്കുന്നില്ല. അത്യാസന നിലയാണ്. നമ്മൾ അലറിക്കരയുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടേതായ വഴികൾ തിരയുന്നു. ചിലപ്പോൾ രോഗി മരിച്ചു പോകുന്നു, ചില ഘട്ടങ്ങളിൽ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ആജീവനാന്തം അന്വേഷിച്ചാലും പൂർണ്ണനായ ഒരു മനുഷ്യനെ തൻ്റെ രോഗികൾക്കിടയിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. താൻ രോഗസൗഖ്യം കൊടുത്ത മനുഷ്യനോടും ചില കാര്യങ്ങൾ പറയും, പോകുന്നതിന് കുഴപ്പമില്ല, ഇനി നടക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം ഇന്ന കഴിക്കരുത്, ഈ വ്യവസ്ഥകളെല്ലാം പറഞ്ഞുവിടും. ഇതൊക്കെ പറഞ്ഞുവിടുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഫിറ്റല്ല, നിങ്ങൾ പൂർണ്ണനല്ല. അന്ന് മുതൽ ഡോക്ടറുടെ അന്വേഷണം എന്താ? പൂർണ്ണനാക്കുന്ന ഒരു മരുന്നുണ്ടോ? എല്ലാ തികവിനും എല്ലാ അവസ്ഥയ്ക്കും പൂർണ്ണത കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? അങ്ങനെ ഈ വൈദ്യൻ അന്വേഷിക്കുമ്പോൾ ഗിലയാദിലെ പരമവൈദ്യനായ ക്രിസ്തുവിനെ ലൂക്കോസ് കണ്ടെത്തിയിട്ട് വിളിച്ചു പറയുകയാണ്, ഇതാ ആ മനുഷ്യൻ, കാലം തിരഞ്ഞ ശ്രേഷ്ഠനായ ആ മനുഷ്യൻ യേശു ക്രിസ്തുവാണ്. നോക്കണം, അങ്ങ് മത്തായി പറഞ്ഞു, രാജാതി രാജാവും കർത്താതി കർത്താവുമായി രാജ്യസ്ഥാപനത്തിനായി ഇഹലോകത്തിലേക്ക് ആഗമനം ചെയ്യാനിരിക്കുന്ന ഒരു രാജാവ് വരുന്നു എന്നുള്ള സത്യം മത്തായി പറഞ്ഞപ്പോൾ അവൻ കേവലം രാജാവ് മാത്രമല്ല, അനിവാര്യമായ ഘട്ടത്തിൽ താഴേക്കിറങ്ങി വന്ന് ശിഷ്യന്റെ പാദവും കഴുകാൻ മനസ്സുള്ള ഒരു സേവകനാണ് എനിക്ക് യേശുവെന്ന് മാർക്കോസ് എഴുതി വെച്ചപ്പോൾ ലൂക്കോസ് വിളിച്ചു പറയാണ്, അവനിൽ സമ്പൂർണത, ദൈവിക പദ്ധതിയുടെ സമ്പൂർണത ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന സവിശേഷ വ്യക്തിത്വമാണ്. അവൻ മരിച്ചടക്കപ്പെടുക മാത്രമല്ല, മരണത്തിന്റെ ശക്തിയെ തെറുത്തു തോൽപ്പിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം ലൂക്കോസ് പ്രസ്താവിച്ചിട്ട് ലൂക്കോസിന്റെ വീക്ഷണത്തിൽ യേശു സമ്പൂർണ്ണ മനുഷ്യനാണ്.
നോക്കണം, ഒരുവൻ സുവിശേഷം ആരംഭിക്കുമ്പോൾ അത് മറിയയിൽ നിന്ന് അല്ലെങ്കിൽ അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് മറിയത്തിലേക്കും യോസേഫിലേക്കും എത്തിച്ചിട്ട് മാനുഷികമായ ഒരു രാജകുലത്തിൽ, വാഗ്ദത്തങ്ങളുടെ അബ്രഹാമിന്റെ കുലത്തിൽ യേശു ജനിച്ചു എന്ന സത്യം മത്തായി പറയുമ്പോൾ ലൂക്കോസ് പോകുന്നത് എവിടേക്കാണെന്നറിയണ്ടേ? മാനവകുലത്തെ മുഴുവൻ കൊണ്ടുവന്ന് ആദമിലേക്ക് ചേർന്നിട്ട് ഒരുവനിൽ നിന്ന് മനുഷ്യരാശി ജനിച്ചെന്നും അവർക്കിടയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനനം സംഭവിക്കുന്നു, കന്യക ഗർഭിണിയായി അങ്ങനെ ഒരു മകൻ പിറവി കൊണ്ടെന്നുമുള്ള ആ സുവിശേഷ സത്യം ലൂക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ ആവിഷ്കരിക്കുന്നു. സ്തോത്രം. ഇതും നമ്മൾ അവിടെ കണ്ടു. ഇനി നമ്മൾ മാർക്കോസിലേക്ക് വരുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം തുടക്കത്തിൽ ദൈവപുത്രൻ എന്നാ പറയുന്നതെങ്കിലും ദൈവപുത്രൻ മനുഷ്യപുത്രനായ ആ പ്രക്രിയ പറയുക. അങ്ങനെ 3 സുവിശേഷകരും ഈ വീക്ഷണഗതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ യോഹന്നാൻ വന്നിട്ട് അവിടെ നല്ല തുടക്കം, മനുഷ്യന്റെ ചിന്തകൾക്ക്, മനനശേഷിക്ക്, അവന്റെ വിചിന്തനത്തിന്, വിശകലനത്തിന് എത്ര പരമാവധി പുറകോട്ട് പോകാം, എങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചെന്ന് ഒരാൾ പഠിക്കാനിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചിന്തിച്ച് നമ്മൾ പലതും ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളോട് ചോദിക്കും, പണ്ട് എന്തായിരുന്നു? ആദ്യം നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന അമ്മയോടും അപ്പനോടുമാ, അതെന്താണ് അങ്ങനെ, അതെന്താണ് അങ്ങനെ. അപ്പനും അമ്മയും അന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരങ്ങളൊക്കെ ചില കഥകളാ. ചന്ദ്രനെ കാണിച്ചിട്ട് അമ്പിളിമാമൻ എന്ന് പറയും, സൂര്യന് മറ്റൊരു പേര് പറയും, ഭൂമിക്ക് മറ്റൊരു പേര് പറയും. അതാണ് ONV കുഞ്ഞേടത്തി എന്നൊരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ഒരു മൂത്ത ചേച്ചി കുഞ്ഞിനോട് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ 100,000 കഥകൾ, ആ കഥകളെല്ലാം കെട്ടുകഥകളാണ്, കുട്ടി ആസ്വദിക്കുന്ന കഥകൾ. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതിൽ പൂച്ച കുടിച്ചതും ഈച്ച മരിച്ചതും കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞിന് അത്ഭുതം, ആഹ്ലാദം. അപ്പോൾ ആ കഥകളൊക്കെ നമ്മളും കേട്ടു വളർന്നു. ഉച്ചവെയിലെങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോന്നു തിരികെ എത്തുന്നതും, ഈ നക്ഷത്രപ്പാടത്ത് കൊയ്ത്തിനാരോ പുത്തൻ പൊന്നരി വാളുമായി വന്നതും, അങ്ങനെ നക്ഷത്രപ്പാടമെന്നൊക്കെ ഈ ആകാശത്തെ പ്രപഞ്ചത്തെയൊക്കെ വിശദീകരിച്ച് പഠിച്ച ആ കഥകളാണ് നമ്മുടെ മനസ്സിലൊക്കെ കിടക്കുന്നത്. ആ കഥകളിലൂടെയാണ് നമ്മൾ വളരുന്നത്. ആ അറിവിലൂടെ വളർന്നിട്ട് ഈ അറിവിനെ മുഴുവൻ അപ്രസക്തമാക്കി മാറ്റുന്ന മറ്റൊരാളുണ്ട്. ആരാന്നറിയണ്ടേ? 5 വയസ്സ് പ്രായമെത്തുമ്പോഴേക്ക് നമ്മളെ കൊണ്ട് കലാലയത്തിൽ ചേർക്കുമ്പോൾ അവിടെ ഒരു മാഷുണ്ട്, ഒരു ടീച്ചറുണ്ട്. അമ്മ പഠിപ്പിച്ച പാഠങ്ങളെ മുഴുവൻ ചെറിയ അടിവരയിട്ട് വെട്ടി 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 എന്നിട്ട് പറഞ്ഞു തരും ചന്ദ്രൻ എന്ന് വിളിക്കാൻ. അമ്പിളി മാമനിൽ നിന്ന് കുട്ടി ചന്ദ്രൻ എന്നൊരു ചിന്തയിലേക്ക് വളരുന്നു. 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും കഴിയും, കുഞ്ഞേ പണ്ട് സൂര്യോദയം അസ്തമയം എന്നൊക്കെ പഠിച്ചു, സൂര്യോദയമില്ല, അസ്തമയമില്ല, ആപേക്ഷികമായൊരു തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം പിന്നെയും മുമ്പോട്ട് പോകും. ചുരുക്കത്തിൽ ആ പഠനം വഴിവിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിക്കും, ഈ പ്രപഞ്ചത്തിനൊരു കാരണമുണ്ടോ? കാരണമുണ്ടെങ്കിൽ അത് ഏത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നോ? അന്വേഷണത്തിന്റെ ഭാഗമായി ബൈബിൾ വായിക്കുന്ന കുട്ടിക്ക് ചെന്നെത്താവുന്ന പരമാവധി സ്ഥലം ഉൽപ്പത്തി 1:1. അവിടെ ചെന്ന് എത്തിക്കുമ്പോൾ കാണുന്നു, ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. കുട്ടിയുടെ ആകാംക്ഷ അതുകൊണ്ട് തീരുന്നില്ല. ആകാംക്ഷ തീരാതിരിക്കുമ്പോൾ കുട്ടി ചോദിക്കും, ആദിയിൽ ആകാശഭൂമികളെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു? ഉത്തരം പറയാൻ സൺഡേ സ്കൂൾ അധ്യാപകനോ പാസ്റ്റർക്കോ അമ്മയ്ക്കോ അപ്പനോ പുരോഹിതനോ കഴിയാതിരിക്കുമ്പോൾ ഉത്തരമില്ല എന്നൊന്നും കരുതണ്ട. ഈ ചോദ്യം, ഈ വസ്തുത എഴുതി വെച്ച മോശയ്ക്കും ഒന്നും ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടാത്ത ഒരു മാനസിക അവസ്ഥയിൽ ഭൂതകാലത്തെക്കുറിച്ച് കണ്ട വെളിപ്പാടുകളുടെ ചിന്ത മോശ കോറിയിട്ട് ഉൽപ്പത്തി പുസ്തകം എഴുതി. ആ മോശയും അസ്വസ്ഥനാണ്. കാരണം 100,000 ചോദ്യങ്ങൾ കൊണ്ട് അതിന്റെ കേൾവിക്കാർ മോശയെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. മോശയെ അങ്ങ് പറഞ്ഞു തന്നോ, പണ്ട് ഈ ഭൂമി ഞങ്ങൾക്ക് ദൈവമായിരുന്നു, ആകാശം ദൈവമായിരുന്നു, ഞാൻ കണ്ട സൂര്യനും ചന്ദ്രനുമൊക്കെ ദൈവമായിരുന്നു. ഈജിപ്തിൽ ഞങ്ങൾ ആയിരുന്ന ഘട്ടത്തിൽ ആളുകൾ ആകാശത്തിൽ സൂര്യചന്ദ്രന്മാരെ വണങ്ങുന്ന കണ്ടിട്ടുണ്ട്, നദികളെ വണങ്ങുന്ന കണ്ടിട്ടുണ്ട്, ഒഴുകുന്ന ജലാശയത്തെ വണങ്ങുന്ന കണ്ടിട്ടുണ്ട്. അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞു ഇതൊന്നും ദൈവങ്ങളല്ല, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സമ്മതിച്ചു. ആ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് അങ്ങ് മനോഹരമായൊരു പുസ്തകം എഴുതി, ഉൽപ്പത്തി. ആ ഉൽപ്പത്തിയിൽ അങ്ങ് എഴുതിയത് എന്താ? ആദിയിൽ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ചു. ചോദ്യങ്ങൾ 100,000 വന്നു. അതിനു മുമ്പ് എന്താ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ അദ്ദേഹം തന്നെ തൂലിക താത്തുവെച്ചു. പക്ഷെ അന്വേഷണത്വര താത്തുവെച്ചില്ല, ആകാംക്ഷ താത്തുവെച്ചില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടി ഇരിക്കവേ ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടം അദ്ദേഹത്തെ തേടിയെത്തി. എന്താണെന്ന് അറിയണ്ടേ? കരം പിടിച്ച് വഴി നടത്തിയ, ആ കണ്ണിന് കണ്ണായി കാലിന് കാലായി പാതയ്ക്ക് ദീപമായി കൊണ്ടു നടന്ന മൂത്ത സഹോദരൻ ഇഹലോകവാസം പിടിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നേരം സർഗാധനനായ കഴിവുറ്റ മോശ എന്ന ചിന്തകന്, മോശ എന്ന കവിക്ക് ദൈവം ഒരു ഗാനം വെളിപ്പെടുത്തി കൊടുത്തു. കുഞ്ഞേ, ഒരു ഗാനം എഴുതണം. അത് കേവലം ഒരു പാട്ടല്ല. ആ പാട്ടിലൂടെ പണ്ടത്തെ പ്രപഞ്ച രഹസ്യങ്ങളുടെ ആ ഉള്ളറകൾ നീ കണ്ടെത്തണം. എന്നിട്ട് ആ ഉള്ളറകളിൽ കണ്ടെത്തുന്ന അനർഗളമായ നിധികുംഭങ്ങളെ കൊണ്ടുവന്ന് ഈ നിന്റെ പ്രിയപ്പെട്ടവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു യാത്രയെ കൊടുക്കണം. ശവകുടീരത്തിന് ചുറ്റും ആളുകൾ
പൂക്കൾ വിതറുന്നത് പോലെ, അങ്ങ് ഈജിപ്തിലാണെങ്കിൽ മനുഷ്യനും കൊണ്ട് വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങളും മറ്റും കൊണ്ടിടുന്നത് പോലെ തന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ശവശരീരത്തിന്റെ അരികിലേക്ക് മോശ കൊണ്ടിട്ടത് ആശയ ലോകത്തിലെ മഹത്തരമായ രത്നങ്ങളായിരുന്നു എന്ന് ഞാൻ പറയും. അതിലേറ്റവും മഹത്തരമായ ഒരു രത്നമാണ് 90 സങ്കീർത്തനം. മോശ അവിടെ നിന്ന് പാടുകയാ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ആളുകൾ ഇതേട്ട് ആവേശഭരിതരായി. കാരണം എന്തേ? ഓ മോശ, പണ്ട് ഞങ്ങൾ ചോദിച്ചു ഉൽപ്പത്തിക്ക് മുമ്പ് എന്ത് 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 100,000 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദ്യശരങ്ങളായിട്ട് അയക്കുമ്പോൾ അങ്ങ് അന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതാ ഈ ഘട്ടത്തിൽ പറയാ, കർത്താവേ നീ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് പറയാ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതം. പർവ്വതങ്ങൾ ഉണ്ടായതിനും, അതായത് ഉൽപ്പത്തി 1:1 ആ പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് നീ അനാദിയായി ശാശ്വതമായും ഞങ്ങളുടെ ദൈവം. കണ്ടോ, തുടങ്ങി വെച്ച പണി പൂർത്തീകരിച്ചു മോശ. പക്ഷെ മോശയ്ക്കൊരു ഒരു വ്യത്യാസമുണ്ട്. ആളത്ര മോശമല്ല, നല്ല എഡ്യൂക്കേറ്റഡാ. വേണേ പറയും ഇദ്ദേഹം പഠിപ്പൊക്കെയുള്ളൊരു മനുഷ്യനല്ലേ. അറിവിൻ്റെ ആഴങ്ങളിൽ, തത്വചിന്തയുടെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ അനുമാനങ്ങളാണ്. നമ്മളിങ്ങനെ പറയും ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഒരു കലാലയത്തിൻ്റെ പടിത്തിണ്ണയിൽ പോയി നിൽക്കാൻ അവസരം കിട്ടാത്തൊരു പാവപ്പെട്ടവനെ കൊണ്ട് അതിൻ്റെ ബാക്കി പറയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ. യോഹന്നാൻ പഠിപ്പില്ലാത്തവനും സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് പറയാണ്, ആദിയിൽ ദൈവം പണ്ട് മോശം പറഞ്ഞില്ലേ, അതിനും അപ്പുറത്ത് ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടായത് ഉളവായതല്ല, സകലവും അവൻ മുഖാന്തരം ഉളവായി. എന്തൊരു മനോഹരമാണ് എഴുത്ത്. മോശ കൊണ്ട് നിർത്തിയിടത്ത് നിന്ന് ആ ചിന്തയുടെ ബാക്കി പറയാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് യോഹന്നാൻ. അവിടെയും തീർന്നില്ല. അങ്ങനൊരു പൗരാണികനായ ദൈവത്തെ നമ്മൾ ഭയന്ന് ദൂരത്തുനിന്ന് കാണും, അടുക്കാൻ പാടാ, ഭയങ്കര പ്രയാസമാണ്. പ്രപഞ്ചനാഥനായ ദൈവത്തെ മതങ്ങൾക്ക് ഭയമായതുകൊണ്ട് ദൂരത്ത് നിന്ന് കണ്ടാണ് ദൈവത്തെ നമസ്കരിക്കുന്നത്. ദൈവത്തിന്റെ ആലയത്തിന്റെ പരിസരത്ത് പോലും മനുഷ്യൻ പണ്ട് പോകാറില്ല. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മനുഷ്യനെ ഭരിച്ചിരുന്നത് ഭയമാണ്, ഭയം. പക്ഷെ ആ ഭയം യോഹന്നാൻ അങ്ങ് മാറ്റിവിട്ടിട്ട് പറയുകയാണേ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ആളെ സ്വർഗത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യനായി ജഡമെടുത്ത് ദാ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ആണെന്ന്. ഞാൻ അവൻ്റെ ഓരം ചാരി കിടക്കാറുള്ള ആളാണെന്ന്. ഞാൻ അവൻ്റെ മനോഹരമായി ഇടതൂർന്ന ആ താടി രോമങ്ങളെ തഴുകാറുള്ള ആളാണെന്ന്. ഞാൻ അവനോട് ചേർന്ന് ഭക്ഷിക്കാറുള്ള ആളാണെന്ന്. ആ ചെരുപ്പ് പാറ് വെട്ടിക്കൊടുക്കുന്ന ആളാണെന്ന്. മുടി അലസമായി പറന്ന് കളിക്കുമ്പോൾ നേരെ ഒതുക്കി കൊടുക്കുന്ന ആളാണെന്ന്. അനുഭവം കൊണ്ട് വന്നിട്ട് പറയാ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ഈ രാത്രി ഒരിക്കൽ ദൈവത്തിൻ്റെ പൈതലേ, പ്രപഞ്ചനാഥൻ്റെ മഹിമ നമ്മൾ കണ്ടത് എങ്ങനെയാ? മോശേ, ഉൾപ്പടപ്പിൽ നീ കണ്ടതുപോലെയല്ല, പർവ്വതത്തിൽ നീ കണ്ടതുപോലെയല്ല. ഒരു മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിയണം. മേഘതമസ് അന്ധതമസും കൂടിയിട്ടും മേഘഗർജനം കൊണ്ട് പിളരുന്ന അവസ്ഥയിൽ ഭയപ്പെടുത്തുന്ന സീനായ് മലയിലെ ശബ്ദം നമ്മൾ കേട്ടു. ഭയചകിതരായി ഇനി മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കരുതേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചു പോയ ഒരു ജനാവലിയെ അങ്ങോട്ട് പോകുമ്പോൾ യോഹന്നാൻ വിളിച്ചിട്ട് പറയാ, വേണ്ട ഇവിടെ വാ, ധൈര്യത്തോട് ഇങ്ങോട്ട് വാ, ചേർന്ന് നിൽക്ക്. കാരണം എന്താ? അങ്ങനെ ഒരാളെയല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതേ. ആൾ എന്ത് ചെയ്തു? ആ മഹിമകൾ മുഴുവൻ മാറ്റിവെച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാ ഇവിടെ വന്നിട്ടുണ്ടെന്ന്, ആള് കൂടെ ഉണ്ടെന്ന്. സ്നേഹത്തിന്റെ നിറകുംഭമല്ലേ, ഹൃദയം പകർന്നു വെക്കുന്നവനല്ലേ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നവനല്ലേ, സാക്ഷാൽ നമ്മെ അറിയുന്നവനല്ലേ, നമ്മെ അറിയുന്ന മഹാദൈവത്തിന്റെ പുത്രൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. വേദനകളെ ഒപ്പിയെടുക്കാൻ കഴിയുന്നവൻ, ഹൃദയ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ, ആ എല്ലാ പ്രതിസന്ധിക്കും ഉത്തരം പറയാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. ഓടിയതും അധ്വാനിച്ചതൊക്കെ വൃഥാ എന്ന് തോന്നുമാറ് ജീവിതത്തിന്റെ ഭൂതകാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് 99 100 വയസ്സുണ്ടാകട്ടെ. ഇന്നലെ വരെ പ്രവർത്തിച്ചതും ഇന്നലെ
ഇന്നലെ വരെ ഓടിയതും അർത്ഥരഹിതമാണെന്നിരിക്കട്ടെ, നമുക്കിവിടെ ഉപേക്ഷിച്ചിട്ട് പറയാ, ഇതാ എന്നെ തിരിച്ചറിഞ്ഞ് ഒപ്പം തീർക്കാൻ കഴിയുന്ന ഒരു ദൈവപുത്രന്റെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഈ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. ഈ ശബ്ദത്തിന്റെ വഴി തടയാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല. ആ പ്രവൃത്തിയാ നമ്മുടെ മധ്യ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ യേശുവിനെ കണ്ടവർക്ക് വേറെ ചില തോന്നലുകൾ വരും. ഒന്നാമത്, ഈ ആധുനികമായൊരു ദൈവികതാ സങ്കല്പങ്ങളോടോ ഒരു ഗുരുസങ്കല്പങ്ങളോടോ ഒരു രാഷ്ട്രീയ സങ്കല്പങ്ങളോടോ ഒന്നും ചേർന്ന് നിൽക്കുന്നവനല്ല യേശു. എന്ന് വെച്ചാൽ പറയാം, ഈ പ്രവാചകന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും അവർക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. മഹാപുരോഹിതനെ നോക്ക്, മാർപ്പതക്കം, അതിന് 12 വിധ രത്നങ്ങളാണ്. ആ രത്നങ്ങൾ കൊണ്ട് ഖചിതമായ മനോഹരമായ മാർപ്പതക്കം അണിയണം. അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം തന്നെ തുന്നിയെടുക്കാൻ എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണം. ഇതൊക്കെ ധരിച്ചു വരുന്നൊരു മഹാപുരോഹിതൻ ഇവിടേക്ക് വന്നാൽ ആളുകൾ ആകാംക്ഷയോടെ എഴുന്നേൽക്കും. ഭയം അങ്ങനെയാണ്. രാജാവ് വന്നാൽ എഴുന്നേൽക്കും. പക്ഷെ ഈ രാജാവിൻ്റെ പ്രത്യേകത നമ്മുടെ കൂടെ നടക്കുക, നമുക്കൊപ്പം ഭക്ഷിക്കുക. തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസം നമ്മുടെ കൂടെ. പക്ഷെ നമുക്കറിയാം ഇതാരാ? രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അറിയാൻ വയ്യാത്തവൻ ദൂരെ നിന്ന് നോക്കിയിട്ട് യേശുവിനെ കാണുമ്പോൾ യേശുവിൽ അന്തർലീനമായ ദൈവികതയുടെ ശക്തി അറിയില്ല. അതുകൊണ്ടേ ആ ശക്തിയൊന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. സ്തോത്രം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കുടിയനുണ്ടായിരുന്നു. ഇവിടുന്ന് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അദ്ദേഹം കാലഹരണപ്പെട്ടോ അതോ കൂടി നിർത്തിയോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ശാസിച്ച് വിട്ടപ്പോൾ പുറത്തോട്ട് പോയതായിരിക്കും. അതവിടെ നടക്കട്ടെ. ഇനി നിങ്ങൾക്ക് അവിടെ നിന്ന് പോയേ പറ്റുന്നുണ്ടെങ്കിൽ പോയിട്ട് വാ. ഞങ്ങളിവിടെ ഇരിക്കുന്നവരെ സ്വസ്ഥമായിട്ട് ഇത് ഇങ്ങോട്ട് കേട്ടിരിക്കുക. സന്തോഷമല്ലേ? സന്തോഷമാണോ? ബഹളോ? സന്തോഷം? ആ, സന്തോഷമാണെന്ന്. അത് ഇവിടേക്ക് ശ്രദ്ധിച്ചിരിക്കുക, വചനം കേട്ടിരിക്കുക. സ്തോത്രം. കൊച്ചുമോളെ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ആ സെക്യൂരിറ്റിയുടെ വേഷം ധരിച്ച ആൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ, അപ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ ഒരു തവള ഇവിടെ നമ്മളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ വേഷത്തിൽ വന്നാന്ന് ഓർത്ത്. അവൾ കുഞ്ഞിനെ നമുക്ക് പിന്നെ കാണണം കേട്ടോ, അങ്കിളിനെ കാണണം. ആ, ഒരു കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ച്. അപ്പോൾ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. പ്രഥമദൃഷ്ട്യ കാഴ്ചയിലൊന്നും ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എന്നെ നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ, അങ്ങനെയല്ലേ? അതിനല്ലേ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വന്ന ആളുകളോട് ഇപ്പോൾ യേശുവിനെ വിൽക്കാൻ തുടങ്ങുകയാണ്. ഒറ്റിക്കൊടുത്ത് ക്യാഷ് വാങ്ങാൻ പോവാ. അപ്പോൾ വരുന്നവർ ചോദിക്കുന്നുണ്ട്, യേശു ആരാ, ശിഷ്യൻ ആരാന്ന് എങ്ങനെ അറിയും? അതിന്നൊരു കാര്യം മനസ്സിലായോ? പടത്തിൽ വരച്ചു വെച്ച പോലെ മുഖത്തിന് ചുറ്റും ഒരു മഞ്ഞ കളറൊന്നും ഇല്ല. യേശുവിനെന്നല്ല ആർക്കുമില്ല. മനുഷ്യനായി പിറന്ന ആരുടെയും ചുറ്റും അത് ഈ ഫോട്ടോഷോപ്പ് പഠിച്ച് പിള്ളേർ ഒരു കാരുണ്യം കൊണ്ട് അവിടെ ഇരിക്കുന്ന അത്രേ ഉള്ളൂ. നിങ്ങൾ തിരക്ക് നോക്കിയറിയാം, ഞാൻ പണ്ടൊരു ആർട്ടിസ്റ്റായിരുന്നു. വരയും പരിപാടിയൊക്കെ അറിയാവുന്ന ആളായിരുന്നു. ഇതൊക്കെ എങ്ങനെ വരുമെന്ന് എനിക്ക് നല്ല അറിവാണ്. അപ്പോൾ ഈ അല്ലാതെ യേശു നിന്നാലും നമ്മൾ നിന്നാലും അല്ല, ഇതുപോലൊക്കെ സാധാരണ ഒരു മനുഷ്യൻ ഒറ്റിക്കൊടുക്കാൻ വരുമ്പോൾ യേശു വരാ തേജസ്സുള്ള ആളാന്ന് പറഞ്ഞ് നോക്കുമോ? ഒക്കില്ല. സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് സാധാരണ മനുഷ്യനായിട്ട് ഇടപെടുമ്പോൾ ആളുകൾ പറയും യേശു ഒരു നല്ല മനുഷ്യൻ. ചിലർ പറയും മാന്യൻ, മഹാൻ, പ്രവാചകൻ, ശ്രേഷ്ഠൻ, ഗുരു, ഇങ്ങനെ 100 കാര്യങ്ങൾ യേശുവിനെ പറ്റി പറയും. നമ്മൾ പറയും ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും കർത്താവ് ആരാ? അവിടുന്ന് ദൈവമാണ്. അതെങ്ങനെ മനസ്സിലായത്? കൈകാര്യം ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ആളിനെ പിടികിട്ടിയേ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അനുഭവമുള്ളവർക്ക് അത് മനസ്സിലാകുന്നത് തിരുവെഴുത്തിലുമുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, പറഞ്ഞ് മനസ്സിലാക്കി തരാം. യേശുവിൻ്റെ പ്രത്യേകത, ഈ നമ്മുടെ നാട്ടിൽ കരിങ്കൽ ക്വാറിയിൽ പണിയെടുക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ, അവരതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നൊരു സാധനമുണ്ട്. RDX എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ RDX എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇവിടുത്തെ ആ വലിപ്പം ഒരു സ്റ്റീൽ പേനയുടെ ഗ്യാപ്പിൻ്റെ വലിപ്പമുള്ളൂ, മാത്രമേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ അത് ഒരു സുഖമില്ലാത്തൊരു സാധനം, ഇത്രേ ഉള്ളൂ. അത് കൈകാര്യം ചെയ്യാനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ലൈസൻസിൻ്റെ പ്രശ്നമുണ്ട്, നിയമവിരുദ്ധമാണ്. ഈ സാധനം കണ്ടാൽ ഒന്നുമില്ല. പക്ഷേ ഇവൻ്റെ പവർ വരുന്ന എപ്പോഴാണെന്നറിയോ? ഇവനെ ഈ തമരിനെ ഉള്ളിൽ, തമർ കുഴിക്കുള്ളിലേക്കാക്കി നല്ലപോലെ ടൈറ്റ് ചെയ്ത് റെഡിയാക്കി
എക്സ്റ്റേണലായിട്ട് ഒരു എനർജി അങ്ങോട്ട് കൊടുക്കണം, തീ. ആ തീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, പേനയുടെ ഗ്യാപ്പ് പോലെ, ഇവനൊരൊറ്റ തകർപ്പാണ്. ആ തകർപ്പില്ല ഒരു ലോഡ് കല്ല് ഒക്കെ നിൽക്കാൻ വയ്യ. നമ്മളെക്കൊണ്ട് ഒരു 100 വാര അകലെങ്കിലും നിർത്തും. അവർ ലാസ്റ്റ് വിളിക്കും വരാൻ. ഈ ഒറ്റ സാധന. ഇതിനെക്കുറിച്ച് അറിയാത്തവൻ നോക്കിയാൽ പറയും അതേതാണ്ട് പേനയ്ക്കാപ്പാ. അടുക്കുന്നവനറിയാം സംഗതി വേറെയാ. ഇതുപോലെ കർത്താവിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒന്ന് അടുത്ത് നോക്ക്, അവനിൽ എന്തുണ്ടെന്നറിയാം. ഒന്ന് ആസ്വദിച്ച് നോക്ക്, ആ കർത്താവിൽ എന്തുണ്ടെന്നറിയാം. ആ ചൈതന്യം ഒന്ന് ഏറ്റെടുത്ത് നോക്ക്, എന്തുണ്ടെന്നറിയാം. സന്തോഷമാണോ? ഹല്ലേലൂയ. നമുക്ക് ആസ്വദിച്ച് മടങ്ങണം, തൃപ്തികരമായി എൻജോയ് ചെയ്ത് മടങ്ങണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കിനി ആ രാജാവിലേക്ക് ഒന്ന് വരാം. അപ്പോൾ കർത്താവ് ഈ പുസ്തകത്തിൽ 6:33 തിരുവായി മൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. യേശുവിൻ്റെ ആ സംഭാഷണം എത്ര മാർദ്ദവവും ആധികാരികമാണെന്ന് പഠിക്കുക. കർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആ 4-ാം അധ്യായത്തിൽ യേശു ഉപവാസത്തിലാണ്, സ്നാനം കഴിയുന്നു ഉപവാസത്തിലേക്ക്. ഇതിവിടെയും ഒരു വലിയ ചിന്ത ഉണ്ട്. ആ യേശുവിന് വേറൊരു പേരുണ്ട്, ഒടുക്കത്തെ ആദം. ആദ്യത്തെ ആദമിന് സംഭവിച്ച പിഴ, അതിനെ പരിഹരിച്ചുകൊണ്ടാണ് ഒടുക്കത്തെ ആദം നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ ആദ്യത്തെ ആദം ഏതനല്ല. അയാൾ ആരോഗ്യത്തിടകാത്രന, സുമുഖനാ. അയാൾക്ക് ഭക്ഷണം വേണ്ട, ഭക്ഷണമൊന്നും കഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആവശ്യമാണെങ്കിൽ കഴിക്കാം. അയാൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പിനല്ല, കാരണം വിശപ്പും ദാഹമില്ല. പക്ഷെ അയാൾക്ക് സ്വാദിന് വേണ്ടി ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണ്, ടേസ്റ്റിന് വേണ്ടി ഭക്ഷണം കഴിക്കാം. അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഏദനിലെ സകല ഫലങ്ങളും. അയാൾക്ക് വേണ്ടിയുള്ളതാണ്. അവയ്ക്കും ആദമിനും വേണ്ടിയാണ് സകല ഫലങ്ങളും. പക്ഷേ അനവസരത്തിൽ കഴിക്കാൻ പാടില്ല, അതേ ഉള്ളൂ. ആദമിന് വേണ്ടി ഉണ്ടാക്കിയാണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. ജീവവൃക്ഷത്തിൻ്റെ ഫലമൊക്കെ അവർക്കുള്ളതാണ്. പക്ഷെ ടൈമായിട്ടില്ല, തെളിവ് വേണം. ഈ ഏദനിൽ നിരസിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കിട്ടുന്നുണ്ടേ. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ആ പക്വത വരുമ്പോൾ നമുക്ക് തന്നെ തരാൻ വെച്ചതാ. പക്ഷേ എല്ലാത്തരം നിയമങ്ങളെയും കാറ്റിൽ പറത്തി അത് ലംഘിച്ചപ്പോൾ പറഞ്ഞു ഏദനിൽ നിന്ന് പുറത്ത്. ഏദൻ എന്ന സിസ്റ്റത്തെ മാറ്റി. അപ്പോൾ പിശാച് ജയിച്ചു. നമ്മുടെ പൂർവികനെ തോൽപ്പിച്ച ബലത്തിൽ അന്തസ്സോടെ ആളിങ്ങനെ നടക്കുകയാണ്, ശക്തനായിട്ടിങ്ങനെ നടക്കുക. ഈ നടപ്പും അതിൻ്റെ ശക്തിയും കൂടി കാലമേറെ കഴിഞ്ഞപ്പോൾ അവനെ ഒന്ന് കീഴടക്കണം, അവനെ ഒന്ന് തോൽപ്പിക്കണം. അതിനുവേണ്ടി ഇരുട്ടിൻ്റെ ശക്തികളുടെ പടവരുതാൻ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതത്രേ ക്രിസ്തു. സാത്താന്യ ശക്തികൾക്ക് മനസ്സിലായി ഒരുത്തൻ ജഡത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്, ആളിനെ ഒന്ന് മീറ്റ് ചെയ്യണം. ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. പക്ഷേ യേശുവിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കും, പ്രവൃത്തി ശ്രദ്ധിക്കും. ഇതെല്ലാം കാണുമ്പോൾ പിശാച് ഉള്ളി പറയും ഇത് ദൈവമൊന്നും അല്ല. കാരണം കടലിൻ മീതെ നടന്നതോ രോഗസൗഖ്യം കൊണ്ടുവന്നതോ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതോ അല്ല യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം. അതൊക്കെ വന്ന വഴിക്ക് സംഭവിക്കുന്ന ചില അനിവാര്യതകളാണ്. അതിലും വലിയൊരു കാര്യമുണ്ട്. എന്താന്ന് ഞാൻ പറയാം. കടലിൻ മീതെ നടക്കുന്നതിനേക്കാൾ, നമുക്ക് രോഗശാന്തി നൽകുന്നതിനേക്കാൾ, നമുക്കുള്ള ട്യൂമർ മാറ്റുന്നതിനേക്കാൾ, നമുക്കുള്ള മാനസിക രോഗം മാറ്റുന്നതിനേക്കാൾ, ശാരീരിക വൈകല്യങ്ങൾ മാറ്റുന്നതിനേക്കാൾ ഒരു മികച്ച അജണ്ട യേശുവിൻ്റെ പദ്ധതിയിലുണ്ട്. എന്താണെന്നറിയണ്ടേ? തൻ്റെ രക്തം ചൊരിഞ്ഞ് നമുക്ക് പാപമോചനം വരുത്തണം. മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കാനാണ് ആ വരവ്. എന്താ മറ്റു കാര്യങ്ങളുടെ പരിമിതി എന്ന് പറയാം. ലാസർ ഉയർത്തു, നല്ല കാര്യം, പ്രയോജനം ലാസറിന് മാത്രം. യായിറോസിന്റെ മകൾ ഉയർത്തു, പ്രയോജനം യായിറോസിന്റെ മകൾക്ക് മാത്രം. ചന്ദ്രരോഗി സൗഖ്യമായി, ഉദരരോഗി സൗഖ്യമായി, നാനാവിധത്തിൽപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം കിട്ടി. നേട്ടം അവർക്ക് മാത്രം. പക്ഷെ അവൻ ഒരിക്കലായി ക്രൂസിൽ മരിച്ചു, മുഴു മനുഷ്യകുലത്തിനും. അതുവഴി രക്ഷ എന്ന ദൈവിക പദ്ധതി യാഥാർത്ഥ്യമായെങ്കിൽ അത് നിറവേറ്റാൻ ഇഹലോകത്തിലേക്ക് വന്നവനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കെ സാത്താൻ യേശുവിനെ കണ്ടിട്ടൊരു സംശയം, അയ്യോ ഇയാളായിരുന്നോ നമ്മളെ തല്ലുന്നും തകർക്കുന്നും ഒക്കെ പറഞ്ഞേ. കൂടെ നിന്ന കക്ഷിയോട് പറഞ്ഞു അതിനുള്ളൊരു കരുത്തൊന്നും കാണുന്നില്ല, ആള് ദുർബലനാ. കൂടെയുള്ള ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നും, ആറ് വിരൂപനാ. വേറൊരാൾ പറഞ്ഞോ അവന് സ്വന്തമായി കിടക്കാൻ ഇടയില്ല, ഹെഡ് ക്വാർട്ടറില്ല, വിരുന്ന് നടത്തുന്നതൊക്കെ ഒരു വാടക വീട്ടില്ല. അവന് യാത്ര ചെയ്തായിട്ട് ആ വീട്ടിലൊരു കഴുത അഴിച്ചുകൊണ്ട് പോയിട്ടാ യാത്ര ചെയ്തേ. കേട്ട റിപ്പോർട്ടുകളൊക്കെ നെഗറ്റീവാ. സാത്താൻ സന്തോഷിച്ചു. എങ്കിലും ചില നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾക്കൊരു സംശയം, ഞങ്ങൾ പേടിച്ച വ്യക്തി തന്നെയാണോ ഇത്
അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കണം. അന്ന് മുതൽ സാത്താൻ യേശുവിൻ്റെ പിന്നാലെയാണ്. ഞങ്ങൾ പരീക്ഷിച്ചറിഞ്ഞ എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ നിന്ന് കൊടുക്കാത്തൊരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ ഇങ്ങനെ നോക്കി വരുമ്പോൾ തുടക്കം എവിടെയാണെന്നറിയണ്ടേ? അങ്ങ് ഈ മരുഭൂമിയിൽ അവിടുന്ന് ഉപവസിച്ചു 40 നാൾ കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് വിശന്നു. അങ്ങനെ ബൈബിൾ പറയുന്നു. സ്തോത്രം. അപ്പോൾ നോക്കണേ, ആദ്യത്തെ ആദം ഏദനില. അവിടെ എല്ലാ ഗുണങ്ങളുമുണ്ട്, വിശക്കാൻ യാതൊരു കാരണവുമില്ല. അവിടെ നിന്റെ പൂർവികനെ തോൽപ്പിച്ചെങ്കിൽ ഇവിടെ ഈ മരുഭൂമിയിൽ വിശക്കുന്ന നിന്നെ തോൽപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ഇനി വന്നിരിക്കുക നിന്നെ തകർക്കാൻ. എന്നിട്ട് ഒരു ചോദ്യം യേശുവിന് നേരെ വെച്ചു കൊടുക്കുകയാണ്. യു ആർ ദ സൺ ഓഫ് ഗാഡ്. നീ ദൈവപുത്രനാണെന്നാണല്ലോ വെപ്പ്. അത് തെളിയിക്കാൻ പറ്റിയൊരു സമയമുണ്ടേ, അത് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു സമയമുണ്ടേ. ഒരൊറ്റ കൽപ്പന കൊണ്ട് നിന്റെ അരിയിലിരിക്കുന്ന കല്ലിനെ അപ്പമാക്കി മാറ്റുക. നോക്കണം, തത്വചിന്തകളല്ല ഇങ്ങനെ നിരുപദ്രകരമായിട്ട് അത് കാര്യത്തിൽ ഇടപെടൂ. കേട്ടാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം കല്ലാകുന്നതിൽ ഏത് രാഷ്ട്രീയക്കാരനാ വിരോധം? അപ്പം കല്ലാകുന്നതിൽ ഏത് മതസ്ഥനാ പ്രശ്നമുള്ളത്? അപ്പം കല്ലാകുന്നതിൽ നിരീശ്വരവാദിക്ക് എന്ത് കുഴപ്പം? ഈശ്വരവാദിക്ക് എന്ത് കുഴപ്പം? യു പെർഫോം ദിസ് മിറക്കിൾ. ഇതൊന്ന് ചെയ്താട്ടെ. കേട്ടാൽ ആകർഷണീയമാ, വാക്കുകൾ ആധികാരികമാ, കുരുക്കാൻ ഇതിൽ പരം വാക്കില്ല. കല്ലിനെ ഒന്നപ്പമാക്കുക, അതങ്ങ് ഭക്ഷിച്ചു കൊള്ളുക. ഈ വാക്ക് കേട്ടപ്പോൾ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയണ്ടേ? ഈ സർവശക്തന് കല്ലുപോലും വേണമെന്നില്ല അപ്പമാക്കാൻ. ചിലപ്പോഴൊക്കെ ആൾ ചോദിക്കില്ലേ, ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി, നൂലൊന്നും നമ്മുടെ ദൈവത്തിന് വേണ്ട. അനുഭവിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇടപെട്ടപ്പോൾ ഇങ്ങനെ നൂല് വഴി ഇറക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. അറിയാത്ത നിമിഷത്തിൽ പകരപ്പെട്ട ദൈവരുടെ ആനുകൂല്യം പറ്റി എത്രയോ ജനകോടികൾ ഇന്ന് രാത്രിയും ജീവിക്കുന്നു. അങ്ങനെ പുലർത്തുന്നൊരു മഹാദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇവനോട് അതൊന്നും പറയാതെ വന്ന് യേശു ചോദിക്കുന്ന പിശാച് ചോദിക്കുന്ന ഒരു പദം വിട്ടുകളയരുത്. എന്താ പദം എന്നറിയണ്ടേ? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ മറുപടി കേൾക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ചോദ്യത്തിൽ ദൈവം, ഉത്തരത്തിൽ മനുഷ്യൻ. എൻ്റെ അർത്ഥം എന്താ? എടോ, ഞാൻ വന്നതേ ഞാൻ ദൈവം തെളിയിക്കാനല്ല, ദൈവമായവൻ മനുഷ്യനാൻ തെളിയിക്കാൻ വന്നാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ ദൈവം തെളിയിക്കാൻ വന്നല്ലെന്ന്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുക്കാൻ, അങ്ങനെ മനുഷ്യനാകാൻ ഞാൻ വന്നതാ. ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം മനുഷ്യനാകുമോ? മറുപടി, നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസമില്ല. മനസ്സിലായോ? അയ്യോ മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. PhDക്ക് ക്ലാസ് എടുക്കുന്ന ഒരു മെൻറ്റർക്ക് നമ്മുടെ കൊച്ചു കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അംഗൻവാടി പഠിപ്പിക്കുന്ന ടീച്ചറെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല, അതേ ഉള്ളൂ. ആ ജോലി മോശമെന്നല്ല കേട്ടോ, മഹത്തരമായ ജോലിയാണ്. അവർ പോയിട്ട് MA-ക്കാരെ പഠിപ്പിക്കാനൊക്കത്തില്ല. പക്ഷെ ആ ക്ലാസ് എടുക്കുന്ന പ്രൊഫസർക്ക് താഴേക്ക് വരാം. ദൈവപുത്രനെ താഴേക്കിറങ്ങാം, നീ താഴെ മനുഷ്യനായി വിളങ്ങി. അങ്ങനെ ക്രിസ്തു അവിടെ നിൽക്കുക. പിശാചിൻ്റെ അടുത്ത ചോദ്യം, ഒരു കാര്യം ചെയ്യും, നമ്മൾ ഒത്തിരി തർക്കത്തിലേക്ക് പോകണ്ട. നിനക്കൊത്തിരി കഷ്ടപ്പാടുണ്ടെന്നൊക്കെ എനിക്കറിയാം, ഇച്ചിരി ബുദ്ധിമുട്ടിൽ ഞെരുക്കത്തിലാണ് പോകുന്നതെന്നറിയാം. വീണൊന്ന് നമസ്കരിക്കുന്നേ, പഞ്ചായത്തിൽ നീ ആനുകൂല്യമൊക്കെ തരാമെന്ന്. വീണ് നമസ്കരിച്ചാലേ ഇന്നതൊക്കെ കിട്ടുമെന്ന്. അതൊക്കെ കിട്ടും, സ്വസ്ഥത കിട്ടൂല. അതാ വേറൊരു കുഴപ്പം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നാലാ സന്തോഷം നമുക്ക്. ദൈവം തന്നാൽ അതിക്ക് തരികല്ലേ, ആർക്കും തടയാൻ പറ്റില്ലെന്നാ. അങ്ങനെയാന്നേ, സംശയണ്ട. ദൈവം തന്നാലെങ്കിൽ തരും. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ആ വഴി വളരെ വിശാലമാണ്. എനിക്ക് 100 അനുഭവമുണ്ട്. ഞാനും വൈഫും വരുന്ന വഴിക്ക് ചില കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരികയാണ്. ദൈവം ഒരുക്കുന്ന വഴികളുടെ ആഴം, അതിൻ്റെ ശക്തി, ആ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമാണ്. അതുപോലെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. ഇടപെടുന്നൊരു ദൈവം ഉണ്ടെന്ന്. എല്ലാ തടസ്സങ്ങളെയും അപ്രസക്തമാക്കി നമുക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവം. അപ്പോൾ അവിടുന്ന് പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ, ഒന്ന് എടുത്ത് ചാടാൻ. നമുക്ക് ഈ ദൈവം വന്ന് താങ്ങുമോന്നൊന്ന് അറിയണമല്ലോ, നമുക്കൊന്നറിയണം. എനിക്ക് 3 മക്കളാണ്. അതിൽ ഇളയ മകൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 2ാം വർഷം പഠിക്കുക.
താഴോട്ട് കളഞ്ഞിട്ട് ഈ പിള്ളേർ പറയും എടുത്തുകൊണ്ട് വരാൻ. പിള്ളേർ ഓടി ഓടി മടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു അടിക്കാൻ പറഞ്ഞു. താഴോട്ട് വിട്ടു. മുമ്പ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പേടിയാന്ന് പറഞ്ഞു. ആ പേടി മാറണമല്ലോ, ഇങ്ങനെ പോയാലേ മാറുള്ളൂ. 2 പോക്ക് പോയതോടെ ഈ പന്തടി അങ്ങ് നിർത്തി. നഷ്ടക്കേസാന്ന് മനസ്സിലായി. വല്ലവരും ഓടിക്കുന്ന എളുപ്പമല്ല, തന്നെ പോയി ഇത് എടുക്കുന്നല്ലേ. എന്ന് പറഞ്ഞ കർത്താവിനോട് പറഞ്ഞു നമുക്ക് ഈ തർക്കമെല്ലാം തീർക്കാൻ ഒരു വഴിയുണ്ട്. നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാട്, അങ്ങോട്ട് ചെല്ലിയാൻ ദൂതൻ ഇങ്ങനെ നിൽക്കും, കല്ലിൽ തട്ടിപ്പോകാതെ താങ്ങുമല്ലോ, പിടിക്കുക മതി. കർത്താവ് ഇത് കേട്ടോണ്ടേ ചാടിയെങ്കിൽ നമ്മളിന്ന് പ്രസംഗിക്കുമായിരുന്നോ? എടാ വല്ലവനും പറയുന്ന കേട്ട് ചാടുന്ന പണിയല്ലത്. പുറത്തുനിന്നൊരുത്തം പറയുന്നത് കേട്ടേ അതനുസൃതമായിട്ട് നിൽക്കുന്നല്ലേ. ഇവിടെ കൽപ്പനയുണ്ട്, പ്രമാണമുണ്ട്, എങ്ങനെ പോകണമെന്ന് ഇതിൽ കൃത്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനോട് തിരിച്ചൊരു മറുപടി അങ്ങോട്ട് പറയല്ലേ. യേശു പറയല്ലേ അടുത്തത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാണ് വീണെന്നെ നമസ്കരിക്കുക, ഇതൊക്കെ തരാം. ഇതൊക്കെ ഒരു മറുപടിയാണ്. ലാസ്റ്റ് കർത്താവ് പറയാണ് മുന്നമേ രാജ്യവും നീതി അന്വേഷിക്കും മക്കളെ. ആവശ്യമുള്ളതൊക്കെ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അങ്ങോട്ട് വരാൻ ക്രമേണ. അവസാനം രക്ഷയില്ലാതെ ഇവനോട് പറഞ്ഞു പിശാചേ എന്നെ വിട്ടു പോ. ഓടിച്ചു, തകർത്ത് വിട്ടു. ഇവിടം മുതൽ 1100ഓളം ദിവസങ്ങൾ യേശു ഭൂമിയിലുണ്ടായിരുന്നു. 1100 ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 3.5 കൊല്ലം. അത്രയും നാൾ കൂടി യേശുവിൻ്റെ പ്രസംഗമൊക്കെ എടുത്താൽ വളരെ ചുരുക്കം 100 പ്രസംഗം താഴേന്ന് വേണമെങ്കിൽ കൂട്ടാം. വളരെ കുറച്ച്. യേശു സഞ്ചരിച്ച സ്ഥലങ്ങളോ അതും വളരെ കുറച്ച്. ഏതാണ്ട് 120 മൈൽ ചുറ്റളവ് വരുന്ന പാലസ്തീൻ്റെ അകത്ത് കൊണ്ട് ഒതുങ്ങി. പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ അക്കാലത്തെ യഹൂദന്മാരുടെ നാട്ടുഭാഷയായിരുന്ന അരമായ്ക്ക്. കേൾവിക്കാരാകട്ടെ യഹൂദന്മാർ മാത്രം. പ്രസംഗിക്കാൻ പ്രധാനമായും തിരഞ്ഞെടുത്ത സ്ഥലം ഗലീലിയായുടെ കടൽ തീരം. പ്രസംഗം കേൾക്കാൻ വന്ന മനുഷ്യരാകട്ടെ ആ ഗലീലിയക്കടലിൽ മത്സ്യം പിടിച്ചും വല വീശിയും വല നന്നാക്കിയും ജീവിക്കുന്ന ഒരുപറ്റം സാധുക്കൾ. ഇത്രയുമുള്ള അപരിഷ്കൃതെന്ന് കരുതുന്ന ഒരു കൂട്ടായ്മ. പക്ഷെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പ്രവൃത്തി ആരംഭിച്ചവൻ്റെ ശബ്ദമാ മുഴു ലോകത്തിലും ഇന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഓർക്കണം. ലോകത്തേറ്റവും അധികം അനുഗാമികളുള്ളത് അവിടുത്തേക്കാണെന്ന് ഓർക്കണം. ഇനി ഒരു കാലഘട്ടത്തിലും അനുഗാമികളുടെ കുതിച്ചുചാട്ടത്തിന് തടയിടാനാവാത്ത വിധത്തിൽ ഒരു മഹാപ്രവാഹമോ യേശുവിന്റെ പിന്നാലെ അണിനിരക്കുന്ന മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവേ, യുഗങ്ങൾക്കപ്പുറത്ത് അങ്ങ് ഗലീലക്കടലിൽ നിന്ന് എന്ത് പഠിപ്പിച്ചോ, എന്ത് പ്രസംഗിച്ചോ, അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി ഈ പുസ്തകത്താളുകളിൽ സ്ഥാനം പിടിക്കുമെന്നൊന്നും ചിന്തിക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയാത്ത വിധത്തിലേ ആ മൊഴികൾ മുഴുവൻ ഇങ്ങനെ രേഖപ്പെടുത്തി തലമുറകളുടെ പകർന്ന് ഞങ്ങളുടെ പക്കലേക്ക് തന്നപ്പോൾ ജനകോടികൾ അത് വായിച്ച് ശക്തി പ്രാപിക്കുന്നില്ലേ, ജീവൻ പ്രാപിക്കുന്നില്ലേ? ആ ജീവന്റെ ബലത്തിലാ ഈ രാത്രി നമ്മളിവിടെ വന്നിരിക്കുന്നത്. ദൈവകൃപയ്ക്കായി, ദൈവ ഇടപെടലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറുവശത്ത് എന്താണ് നമ്മൾ കണ്ടത്? അതുകൂടി നോക്കണം. ഇനി ഞാൻ ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുന്ന ഒരാളാണ്. അതിലൊന്നും ആരോടും പിണക്കമുണ്ടായിട്ടല്ല. ഒരു മതസ്ഥരോടും ഒരു വിശ്വാസധാരയോടും എനിക്ക് വ്യക്തിയായിട്ട് ഒരു പിണക്കമുള്ള ആളല്ല. പക്ഷെ ചില തുലനങ്ങളും താരതമ്യങ്ങളും ചില വസ്തുതകളുമൊക്കെ ചോദ്യം ചെയ്തു വരുമ്പോൾ ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച് പറയാനുള്ള ഒരു ആർജവം അവിടെ സ്ഥാപിക്കാറുണ്ട്. അതെന്താ പറയാം. ബഹുമാനരെ, നമ്മുടെ രാജ്യത്ത് തത്വസംഹിതകൾ, ആശയങ്ങൾ, മതചിന്തകൾ, പൗരാണികമായ ചരിത്രങ്ങൾ ഇവയൊക്കെ ധാരാളമുണ്ട്. അത് മോശമാണെന്ന അഭിപ്രായത്തിലല്ല ഈ പറയുന്നത്. അതെന്താ കുഴപ്പം? അല്ല, നല്ലതാ. വേദേതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന കണ്ടെത്തലുകളൊക്കെ മോശമെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എൻ്റെ ചോദ്യം ഇതല്ല. ഈ പറയപ്പെട്ട ആചാര്യവരേണ്യന്മാരിൽ ഏതെങ്കിലും ഒരാൾ പണിയെടുക്കുന്ന മനുഷ്യൻ്റെ മഹത്വം അംഗീകരിച്ചോ? തൊഴിൽ ചെയ്യുന്നവൻ്റെ മഹത്വം. ചോദ്യം 1. ചോദ്യം 2, എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന് പറഞ്ഞോ? സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ ഒരേ നിലയും വിലയും വേണമെന്ന് പറഞ്ഞോ? ഈ ചിന്താഗതികളിൽ എവിടെയെങ്കിലും ഉന്നതനെന്നും അധമനെന്നുമില്ലാതെ നാം തുല്യരാണെന്ന് പഠിപ്പിച്ചോ? മറ്റൊന്ന്,
എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പഠിപ്പിച്ചോ? ഇതൊന്നുമില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരിക. എല്ലാം വിടാം. നമ്മൾ ഒരു പൊതു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ പേപ്പർ ഗ്ലാസ്സിൽ അല്പം ചായ തന്നു. ചായയോ വെള്ളമോ ഒക്കെ കഴിച്ചിട്ട് കണ്ടില്ല, മനുഷ്യനെല്ലാം അങ്ങോട്ട് ഇടുക പതിവ്. എവിടെയെങ്കിലും ഇടും. വിജയകുമാർ ഭാസ്കർ ഈ ചായ ഗ്ലാസ് കൊണ്ട് അങ്ങോട്ട് ഇട്ടാൽ ഇടുന്ന വിജയകുമാർ ഭാസ്കറെ എന്നെ അല്ലെങ്കിൽ സിബി പാസ്റ്ററെ നാട്ടുകാർ വിളിക്കുന്ന സാറേ എന്നാണ്. അല്പം കഴിഞ്ഞൊരു മനുഷ്യനത് പെറുക്കിക്കളയാൻ വരും, ഒരു സഹോദരി. ആ വരുന്ന ആളിനെ ആളുകൾ നോക്കുന്ന പുച്ഛത്തോടെയാണ്. എന്തോ കുറഞ്ഞ ഒരാൾ ഇത് പെറുക്കാൻ വന്നു. ഊണ് കഴിക്കുന്ന നമ്മൾ മാന്യനും ആ പാത്രം വെടിപ്പാക്കാൻ അകത്തൊരാൾ കഷ്ടപ്പെടുന്നുണ്ട്. അത് മോശവും. ആ തീ പുകഞ്ഞൊരുവൻ ആഹാരം ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിന്ന്, അയാൾ മോശപ്പെട്ടവനും ഈ ഫുഡ് കഴിക്കുന്ന ഞാൻ മാന്യനും. നോക്കണം, ഈ സ്ഥലത്തുകൂടി ഈ പരിസരം മുഴുവൻ അശുദ്ധമാക്കുന്ന വേസ്റ്റ് കൊണ്ട് കളയുന്നവൻ, വെള്ളം കുടിച്ച കുപ്പി വലിച്ചെറിയുന്നവൻ മാന്യൻ, അത് പെറുക്കി സംസ്കരിക്കുന്നവൻ മോശം. ഇതാ ഇന്ത്യയിലൊക്കെ കണ്ടത്. അങ്ങനല്ലേ? മാലിന്യം ഉണ്ടാക്കുന്നവൻ മാന്യൻ, അതിനെ സംസ്കരിക്കുന്നവൻ മോശപ്പെട്ടവൻ. എങ്ങനെയാ? ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കാതെ വയ്യ. അങ്ങ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനം നടക്കുക. ഈ വട്ടമേശ സമ്മേളനത്തിൽ പോകരുത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. എന്നിട്ട് ആൾക്കാർ പോയി. അവിടെ ചെന്നു. അവിടെ നിന്ന് മഹാനായ അംബേദ്കർ വട്ടമേശ സമ്മേളനത്തിൽ വാദിച്ചു, ഞാനും എൻ്റെ സമൂഹവും ഈ രാജ്യത്ത് ഇന്ത്യയിൽ അടിമകളായി കഴിയുന്നു, ഞങ്ങൾ വേറിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. സായിപ്പ് അതൊക്കെ ഏകദേശം സമ്മതിക്കുകയും ചെയ്തു. വാദങ്ങളൊക്കെ മുറുകി. അത് സമ്മതിച്ചു എന്ന് കണ്ടപ്പോൾ അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മജിയും ചെന്നു. ഇവർ രണ്ടും രണ്ട് ധ്രുവത്തിലായി. ഭയങ്കര പോരാട്ടം. അതവർ തമ്മിൽ ഡിബേറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ് ഏറ്റുമുട്ടൽ ശക്തമായി. ഇപ്പോൾ ഈ തമ്മിലടി നിമിത്തം സമ്മേളനം നീണ്ടുപോവുക. അപ്പോൾ റാംസി മക്ഡൊണാൾഡാണ് അധ്യക്ഷൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഞാൻ പറഞ്ഞു എങ്കിലും തീർക്കണം. മഹാത്മജി നല്ലൊരു ഫോർമുല വെച്ചു. ഡോക്ടർ അംബേദ്കർ, നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമ്മൾ ഈ വിദേശത്ത് വന്നിട്ട് തല്ലുകൂടണോ? നമ്മളൊക്കെ തമ്മിൽ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ പോകണം. ആ നാടിന് വേണ്ടി ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് സായിപ്പിനെ ചെറുക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വാദിക്കണം. ഇപ്പോൾ നമ്മുടെ വിഭാഗീയത ഒന്നും ഒരു വിഷയമല്ല. നല്ല കാര്യമാണ്. അംബേദ്കർ ഒരു കാര്യം തിരിച്ചു വെച്ചു. മഹാത്മജി, അങ്ങെന്താ പറഞ്ഞ നമ്മുടെ രാജ്യമോ? നമ്മുടെ രാജ്യമെന്ന് അങ്ങ് പറഞ്ഞ രാജ്യത്ത് എൻ്റെ അവസ്ഥ അറിയോ? കഴുത്തിൽ ഞാനൊരു കുടം കെട്ടണം, അരയിൽ ഞാനൊരു ചൂലും കെട്ടണം. എന്തിനാണെന്നറിയണ്ടേ? ചാമറെന്നറിയപ്പെടുന്ന തൻ്റെ ജനത തെരുവിലൂടെ പോകുമ്പോൾ ഇത് ചാമറാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് ഈ കുടം. ഈ കുടത്തിൻ്റെ ഉപയോഗം കേൾക്കണ്ടേ? ഈ പോകും വഴിക്ക് മനുഷ്യൻ ഉമിനീര് ഉൽപ്പാദിപ്പിച്ചാൽ തുപ്പേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ വഴിയിൽ തുപ്പിയാൽ മറ്റാർക്കും തുപ്പാം, ഇവർ തുപ്പിയാൽ അശുദ്ധമാകും. അതുകൊണ്ട് ആ തുപ്പൽ കളക്ട് ചെയ്യാനുള്ള സംഭവമാണ് ഈ കുടം. കുട്ടിയും മുതിർന്നവരും എല്ലാം ഇത് കെട്ടണം. ആഭരണം പോരാ. അരയിൽ എന്തിനാണ് ഈ ചൂലെന്നറിയണ്ടേ? പോകും വഴിക്ക് കാൽപാദം നിലത്ത് പതിഞ്ഞ ഈ അടയാളം കിടക്കും. നമ്മുടെ ആത്മീയാത്രയുടെ പാട്ടുപുസ്തകത്തിൽ കാണുന്ന പോലെ ഈ പാദം ഇങ്ങനെ കിടക്കും. അപ്പോൾ എന്തു ചെയ്യണം? ഇതുവഴി ഒരു ചാമർ നടന്നാൽ ബ്രാഹ്മൺസിന് നടക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ഈ പാട് മായ്ക്കണം. ഓരോ അടിയും നടന്നിട്ട് മനുഷ്യൻ ഇങ്ങനെ തൂത്തു പോകുന്ന കാഴ്ച. ഇങ്ങനെയാണ് ആളുകൾ പൊതുനിരത്തിൽ നടക്കാതെ അങ്ങ് മാറും. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എൻ്റെ രാജ്യമോ അന്ന് വിശദീകരിച്ച് തരാൻ പറഞ്ഞു. ഉത്തരവില്ലാതെ പോയി. 35 പിന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇങ്ങനെ നടന്നൊരു രാജ്യത്ത് ഞങ്ങളിവിടെ എന്താ ചെയ്തതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണമല്ലോ നിങ്ങൾക്കല്ലേ. മതം മാറ്റുന്നു, ആളുകളെ മാറ്റുന്നു നോക്കിയാൽ പറയുക. നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പുറപ്പെട്ടു വന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരി എന്നൊരു സ്ഥലമുണ്ട്. തൊട്ടടുത്ത് കണ്ണഞ്ചിറയുണ്ട്, ചീരഞ്ചിറയുണ്ട്, ചാത്തങ്കരിയുണ്ട്. ഈ രാജ്യങ്ങളിൽ ഈ സ്ഥലത്തൊക്കെ നടന്ന ചില സംഭവങ്ങളുണ്ട്, പറയാതെ വയ്യ. എന്താണ് ആ സംഭവം? ഈ സ്ഥലങ്ങൾക്ക് പേര് വന്ന അങ്ങനെയെന്നറിയണ്ടേ? വലിയ വയലുകൾ. ഈ വയലുകളിൽ വേനൽക്കാലം കഴിഞ്ഞ് മഴ വരിക. വേനലൊക്കെ മാറിയിട്ട് ഇതുപോലൊരു സമയം വരിക. കനത്ത മഴ വന്നിട്ട് വയലിൽ വെള്ളം കെട്ടി കിടക്കും.
വയൽ മുഴുവൻ വെള്ളം കെട്ടി കിടക്കുമ്പോൾ കൃഷിനാശം വരും. കൃഷിനാശം വരുമ്പോൾ ഈ ജന്മിമാർ ചെയ്യുന്ന പണി, കൃഷിനാശത്തിന് കാരണമാരെന്ന് കണ്ടുപിടിക്കാൻ ഒരു മാന്ത്രികനെ വിളിക്കും. അയാൾ കബഡി നിരത്തും. അയാൾ ശംഖ് കറക്കിയിട്ട് പറയും, ഈ മണ്ണിങ്ങനെ കിടക്കുക, ചോര ചോദിക്കുന്നുണ്ട് മണ്ണ്. മണ്ണിന് ചോര വേണം, രക്തം, ഗുരുതി കൊടുക്കണം. അതെന്താ വഴി? ഗുരുതി കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു മനുഷ്യനെ കൊണ്ടുവരും, അടിമയെ കൊണ്ടുവരും. ഈ അടിമയെ കൊണ്ടുവന്നിട്ട് ഇവിടെ വയലിൻ്റെ തീരത്ത് ഈ മനുഷ്യനെ കൊണ്ടൊരു കുഴി എടുപ്പിക്കും. ഒരു മനുഷ്യൻ ഇറങ്ങി നിൽക്കാവുന്ന അത്ര വലിപ്പമുള്ള കുഴി. ഈ കുഴിയുടെ പണി തീർന്ന് ഇയാൾ കരകയറും. പണി തീർന്നു. ആ കുഴിയുടെ അളവൊക്കെ നോക്കി യജമാനം ഇങ്ങോട്ട് വന്നിട്ട് ഇയാൾ കാണാതെ എന്തെങ്കിലും അങ്ങോട്ട് ഇട്ടിട്ട് പറയും, നീ അതിങ്ങനെ ഇറങ്ങി എടുക്കാൻ പറയും. അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇയാളുടെ ദേഹത്തേക്ക് ഒരു കല്ല് തള്ളിയിടും. അതിന് മീതെ മണ്ണിടും. മറ്റാളുകളെ വിളിച്ച് മണ്ണെല്ലാം ഇട്ട് മൂടിക്കഴിഞ്ഞ് അതിൻ്റെ മീതെ ബണ്ട് കെട്ടും. അങ്ങനെ ചിറ ഉറയ്ക്കും. ചിറ ഉറയ്ക്കാൻ ചെയ്യുന്ന ഗുരുതിയാണ്. അങ്ങനെ കണ്ണൻ എന്ന അടിമയെ ചവിട്ടിത്താഴ്ത്തി കല്ലിട്ട് താഴ്ത്തിയ സ്ഥലം കണ്ണൻ ചിറയായി. ചീരനെ താഴ്ത്തിയിടം ചീരൻ ചിറയായി. ചാത്തനെ താഴ്ത്തിയ സ്ഥലമുണ്ട്. ഇങ്ങനെ ചിറകൾ കൊണ്ട് സമ്പന്നമാണ് അവിടം. ഈ സ്ഥലങ്ങളല്ല. അന്നത്തെ ക്രിമിനൽ കേസ് ഇല്ലാത്തെന്നറിയണ്ടേ? പഴയ ആർക്കൈവ്സിൽ ചെന്നിട്ട് അന്നത്തെ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രേഖകൾ പരിശോധിക്കണം. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ എന്താ? ഈ മനുഷ്യന്റെ ശരീരം ആവശ്യമെങ്കിൽ മുറിപ്പെടുത്താം, ആവശ്യമെങ്കിൽ ചാട്ടക്കടിക്കാം. അതിനപ്പുറത്ത് ഭീകരമായൊരു വാക്കുണ്ട്, വിൽക്കുകിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. ഈ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞാണ് തിരുനക്കര ചന്തയിൽ നിന്നൊക്കെ അടിമകളെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇത്തരം പ്രവണതകൾ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇത് ഇറങ്ങി പുറപ്പെട്ട് അതിന്റെ പടപ്പുറപ്പാട് ഒന്ന് കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന ഇത്തരം അടിമത്ത വ്യവസ്ഥയെ മുഴുവൻ കടപുഴകി എറിഞ്ഞുകൊണ്ട് ഒരു പുത്തൻ വ്യവസ്ഥ നിലവിൽ വന്നു. മുന്നമേ അവന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച മനുഷ്യർക്കാർക്കും തോൽക്കാൻ ഇടവരാത്ത വിധത്തിൽ വിജയത്തിന്റെ പുത്തൻ പടവുകൾ അവന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്ത ഉജ്ജ്വലമായ സന്ദേശം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷവും അതിൽ അന്തർലീനനായ നസ്രയനായ യേശുവിനെയും ഈ രാത്രി ഉയർത്തിക്കൊണ്ട് ഇതിൽ സംക്ഷിപ്തമായ സുവിശേഷത്തിന്റെ മഹിമ ഞാൻ ഇങ്ങനെ പ്രസ്താവിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. എന്തീ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, സുവിശേഷകർ ഈ രാജ്യത്ത് ചെയ്തെടുത്ത മാറ്റത്തിന്റെ വഴികളിൽ അതിന്റെ പ്രചോദനം ഈ ബൈബിളിന്റെ വായനയായിരുന്നു. ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു. പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, പൗരാണിക വേദങ്ങളിൽ, ഇന്ത്യയുടെ ഏതെങ്കിലും ചരിത്രങ്ങളിൽ മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യൻ ഒന്നാണ് എന്ന് പഠിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന വ്യവസ്ഥയ്ക്കിടയിലേക്ക് ഈ ബൈബിൾ വന്ന് പഠിപ്പിച്ചത് എന്താണെന്നറിയണ്ടേ? ഭൂതലത്തിലെങ്ങും കൊടിയിരിക്കാൻ ദൈവം ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്നീ പുസ്തകം പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ പാശ്ചാത്യനാകട്ടെ, പൗരസ്ഥനാകട്ടെ, കാപ്പിരിക്കാകട്ടെ, അറബിക്കാകട്ടെ, ഈജിപ്ഷ്യൻ വംശജർക്കാകട്ടെ, ശ്രീലങ്കയിലെ സിംഹളർക്കാകട്ടെ, തൊട്ടടുത്ത് തമിഴ് വംശജരാകട്ടെ, ആര്യനാകട്ടെ, ദ്രാവിഡനാകട്ടെ, ചണ്ടാളനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, ശൂദ്രനാകട്ടെ, ഒറ്റ മാതാപിതാക്കളെന്ന് ഉലകത്തോട് വിളിച്ചു പറയാൻ തന്റെ ഇടം കട്ടിയ ഒറ്റ ഗ്രന്ഥമേ ഉലകത്തിലുള്ളൂ. അതിന്റെ പേരാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളും അതിൽ നിക്ഷിപ്തമായ സത്യസുവിശേഷത്തിന്റെയും പ്രകാശനം ഒരു നീതിയുടെ വിതരണമാണ്, ഒരു സാമൂഹ്യ നീതിയുടെ വിതരണമാണ്. അത് കൃത്യതയാർന്ന മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണ പത്രികയാണ്. യേശുവിന്റെ വാക്കുകൾ ആ യേശു പഠിപ്പിച്ചു. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ നീതിക്ക് വേണ്ടി ആ വിശന്നുള്ള ദാഹം കണ്ടിട്ട് അതിൻ്റെ പരിണിതി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ദൈവീക മഹിമയുണ്ട്, അതിൻ്റെ ഒരു തലമുണ്ട്. ആ തലം അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അത് പള്ളിയിൽ പോയാലോ, ക്ഷേത്രത്തിൽ പോയാലോ, മോസ്കിൽ പോയാലോ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള യോഗത്തിന് വന്നാലോ ഒന്നും കിട്ടുമോ നല്ല പറഞ്ഞത്. അവർ ദൈവത്തെ അന്വേഷിക്കണം, ഹൃദയത്തിലേക്ക് തിരിയണം. ദൈവം ആരെന്നും അവിടുത്തെ നീതി എന്തെന്നും അറിയണം. ഇന്ന് മനുഷ്യന് മതഭക്തിയുണ്ട്, മതവിശ്വാസമുണ്ട്, മതാചാരങ്ങളുണ്ട്. പക്ഷേ ആത്മീയതയുടെ ആ സ്വന്തമായ ദൈവികമായ ഇടത്തേക്കൊന്നും വഴിതിരിഞ്ഞു ചെല്ലാൻ കഴിയാത്ത ഒരകലം മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിന്ന് കാണാം. അതുകൊണ്ട് ഇവിടെ ഉയർത്തുന്ന യേശുവിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രക്ഷകനെ നിങ്ങൾക്ക് യേശുവിൽ കണ്ടെത്താൻ കഴിയുന്ന ആ ചേതോവികാരം എന്ത്? ഞാൻ പറയാം, തൊഴിലെടുക്കുന്നവന് വിലയില്ലാത്ത, മഹത്വമില്ലാത്ത ഒരു കാലത്ത്, ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് പണിയെടുക്കുന്നവനെ കണ്ടേ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അരികിൽ വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ ആ ഓഫർ ഇന്ന് നിലനിൽക്കുക. ആ സുവിശേഷമാ ഞങ്ങൾ ലോകത്തോട് പറയുന്നത്. അത് ആളുകളെ ആകർഷിക്കും.
ആളുകളത് സ്വീകരിക്കും. വിലക്കുകളൊക്കെ മറികടന്ന് ആളുകൾ അതിൻ്റെ പിന്നാലെ അണിനിരക്കും. അത് ഈ വചനത്തിൻ്റെ കാന്തിക സ്പർശമാ. ആ ഇരുമ്പ് വന്ന് ഈ കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടും പോലെ മനുഷ്യരാശിക്ക് വന്ന് ആകർഷിക്കാൻ, ഒട്ടി നിൽക്കാൻ കഴിയുന്ന രക്ഷാ കവചമാണ് ഈ സുവിശേഷം. അത് വിളംബരം ചെയ്യുന്ന രാജ്യത്തിനൊരു നീതിയുണ്ട്. ആദ്യം ആ രാജ്യം അന്വേഷിക്കണം, രണ്ട് ആ നീതി അന്വേഷിക്കണം. ആ രാജ്യത്തിൻ്റെ അടുത്തടുത്ത തലങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാതെ അതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവ് പഠിപ്പിച്ചു ഇങ്ങനെ, നിങ്ങൾ ആ രാജ്യത്ത് അന്വേഷിക്കുക. ആ രാജ്യം എന്താ? അതിന് രണ്ട് തലമുണ്ട്. അതിനും എന്താ അത്? ഒന്ന്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ദൃശ്യമായ ഒരു ദൈവരാജ്യം. രണ്ട്, അദൃശ്യമായൊരു ദൈവരാജ്യം. അത് ഇതുവരെ വന്നിട്ടില്ല. അത് നിത്യതയാണ്. അപ്പോൾ ദൈവരാജ്യം ഇപ്പോഴുണ്ടോ? കർത്താവ് പഠിപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് ഗ്രഹിക്കാനുണ്ട്. എന്താണെന്നറിയണ്ടേ? ദൈവരാജ്യം എന്ന് പഠിപ്പിച്ചിട്ട് ഒന്നുകൂടെ വെച്ച് പഠിപ്പിച്ചു. ദൈവരാജ്യം ശക്തിയോടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. കണ്ടോ? കർത്താവ് പഠിപ്പിച്ചു 2000 കൊല്ലം കഴിഞ്ഞു, മരണം ആസ്വദിക്കാതെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അവരൊക്കെ മരിച്ചുപോയി കേട്ടവർ. എന്താ അതിൻ്റെ അർത്ഥം? പിന്നെയുണ്ട്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. പക്ഷെ ഞാൻ പരിചയപ്പെട്ട സ്വർഗത്തിൽ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. ഭക്ഷണം ഇല്ലേ സ്വർഗത്തിൽ? ഉപവാസമാണോ? ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കാണാൻ കൊടുക്കുന്നല്ല, ഭക്ഷിക്കാൻ കൊടുക്കുന്നു. കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് കൊണ്ടുപോകും. അതെഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജീവജലമുണ്ട്, അത് സൗജന്യമായി ലഭിക്കുന്നതാണെന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ഭക്ഷണമല്ല, പാനീയമല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പഠിപ്പിച്ചു, അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പോൾ നീതിയുള്ളതും സമാധാനമുള്ളതും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ളതുമായ ആ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ദൈവരാജ്യം ശക്തിയോടിഞ്ഞു വരുമ്പോൾ മരണം ആസ്വദിക്കാത്തവർ നിങ്ങൾക്കിടയിലുണ്ടെന്ന് പറഞ്ഞു. അത് സത്യമായി. ആ ദൈവരാജ്യം ശക്തിയോടെ വന്ന എന്താണെന്നറിയണ്ടേ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതൊരു വരവാ. എങ്ങനെ വന്നേ? കൊടിയ കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം, ഇടിമുഴക്കം, സ്ഫോടനാത്മകമായ ശബ്ദത്തിൻ്റെ നടുവിൽ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മീതെ പതിഞ്ഞു. അത് കാണാൻ യൂദാ സ്ഥലത്തില്ലാതെ പോയി. ആളെ ആത്മഹത്യ ചെയ്തു. ബാക്കി 11 പേരും അന്നവിടെ ഉണ്ട്. ദൈവരാജ്യം വന്നപ്പോൾ ശക്തിയോടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങൾക്കിടയിലുണ്ട്. ദൈവരാജ്യം വന്നു. അതിൻ്റെ പ്രത്യേകത ഭക്ഷണമല്ല, പാനീയമല്ല, പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഭക്ഷണമല്ലാത്തതും പാനീയമല്ലാത്തതുമായ ഭൗതികമല്ലാത്ത ആ സന്തോഷം നമുക്ക് പകർന്നു തന്ന ചൈതന്യത്തിൻ്റെ പേരാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയുടെ കാര്യസ്ഥൻ. ആ സഭാകാര്യസ്ഥൻ ഇന്ന് നമ്മളെ ഒരുക്കുക. എന്തിനു വേണ്ടി? ഈ വിസിബിളായ ദൈവരാജ്യത്തിലിരുന്നു കൊണ്ട് ഇതുവരെ കാണാത്ത ഒരു കാലത്തെ കൺപാർത്ത് ഒരുങ്ങി കാത്തിരിക്കണം. അതിന് സ്വയം നമ്മൾ ഒരുങ്ങിയാൽ ശരിയാവില്ല. നമ്മളെ ഒരുക്കാൻ ഒരു കാര്യസ്ഥൻ. ഹല്ലേലൂയ. ഈ കാര്യസ്ഥൻ എങ്ങനെയാണ് ഒരുക്കുന്നത്? നമുക്കറിയാം. നല്ലപോലെ നമ്മൾ ഒരുങ്ങുമെങ്കിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ വിവാഹത്തിൻ്റെ അന്ന് ഒരുക്കാൻ കുഞ്ഞിനെ ഉറക്കാതെ പോലെ അവിടെ ഇരുത്തി രാവിലെ വിടും ആ പെണ്ണിൻ്റെ അടുത്ത്. അവർ ഒരേ കെമിക്കലെല്ലാം മുഖത്ത് തേച്ച് ഒരു പരുവാക്കി ഇങ്ങോട്ട് വിടും. 10,000-40,000 രൂപയും പോയി കിട്ടും. അങ്ങനെ അങ്ങ് വിടുക. 50 രൂപ 1,00,000 രൂപ ഒക്കെ വെച്ച് അങ്ങ് പോകും. അതിനാകപ്പാടെ ഒരു മയം പിടിക്കുന്നത് ചർച്ചിലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ മാത്രമേ ഒരു കണക്ക് വരത്തുള്ളൂ. വീഡിയോ എടുത്തവൻ്റെ കാര്യത്തിലോ ബ്യൂട്ടി പാർലറിൽ പോയതോ അന്ന് ചായ കുടിച്ചോ ഒന്നും ഒരു കണക്കല്ല. പിന്നെന്താ? വിജയകുമാർ വാസു ഒന്ന് പ്രാർത്ഥിച്ചിറക്കിയപ്പോൾ 1000 രൂപ കൊടുത്തു. അത് കണക്ക് ഇങ്ങനെ എഡ്ജ് ചെയ്ത് നിൽക്കും. നോക്കണേ, 5-8 വർഷമായിട്ട് പ്രാർത്ഥിച്ച് കൊച്ചിനെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് യാഥാർത്ഥ്യമായ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു. കുഴപ്പമില്ല, നടക്കട്ടെ, കല്യാണം അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ ഏത് ബ്യൂട്ടി പാർലർ ഒരുങ്ങിയാലും കുളി കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ആകും.
പണ്ട് റഷ്യയിലൊരു സംഭവം നടന്നു. മനുഷ്യർ ഈ സീബ്ര ക്രോസ് പാലിക്കുന്നില്ല. അത് വണ്ടിയെല്ലാം ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയപ്പോൾ അവിടെ ഗവൺമെൻറ് ഒരു പദ്ധതി ഇട്ടു. ഇത് മനുഷ്യനെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി ഒറിജിനൽ സീബ്രകളെ ഇറക്കണം. അതിങ്ങനെ വഴി നിർത്തിയൊക്കെ പോലീസ് അവിടെ നിന്ന് വിശരിക്കും, വണ്ടി തടഞ്ഞു നിർത്തും, എന്നിട്ട് ഈ വരയുടെ കാര്യമൊക്കെ പറയും. ഇത് വിജയിച്ചു. അപ്പോൾ പലയിടത്തും ഇത് ചെയ്യാൻ പദ്ധതി ഇട്ടപ്പോൾ ഇത്രയും സീബ്രയെ കിട്ടാനില്ല. ബുദ്ധിമാനായ ഒരാൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇഷ്ടംപോലെ കഴുതയുണ്ട്, ആ കഴുതയ്ക്ക് നമ്മളല്പം കറുത്ത പെയിൻറ്റും വെള്ള പെയിൻറ്റും ഒക്കെ അടിച്ച് തൽക്കാലം നമുക്ക് സീബ്രയാക്കി മാറ്റാം. എന്നാൽ വിജയിച്ചു. അതും കറുപ്പും വെളുപ്പുമൊക്കെ അടിച്ച് കഴുത സീബ്രയായി മാറി ഇങ്ങനെ നിൽക്കുക. ഒരു വലിയ മഴ ഇടിവെട്ടി പെയ്തു. കളിയെല്ലാം മാറി. കഴുതയാണോ സീബ്രയാണോ കുരങ്ങാണോ മനുഷ്യ ഒന്നും അറിയത്തില്ല. നല്ല മഴ വന്നപ്പോൾ കഴുതയായി, സീബ്രയായിട്ട് അവിടെ ഉണ്ട്. ഇതാ മേക്കപ്പ് ഇത്രയൊക്കെ ഉള്ളത്. വൃത്തിക്ക് വരലെന്നോ അല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. ഒരുങ്ങൂല്ലെന്നോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ആ പ്രായം ഇങ്ങനെ തെളിയും. മനസ്സിലായോ? പിന്നെ പിടിച്ചൊക്കെ കുറച്ചാളിങ്ങനെ നിൽക്കാം. അങ്ങനെയാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു യോഗത്തിന് പോയ സ്ഥലത്തൊരു സഹോദരി ഈ വാക്യം വായിച്ചു. നന്നായി തെറ്റിക്കാതെ വായിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, ആ വായിക്കും കുഞ്ഞെ, നന്നായിരിക്കുന്നു, വായിച്ചോട്ടെ. ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായി എന്നെക്കാൾ ഒരു 10-20 വയസ്സ് കൂടുതലാണ്. അതാ പാസ് പറഞ്ഞു. ആൻറ്റിക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ? ഇല്ല. അവരുടെ പ്രായം പറഞ്ഞു. ഞാൻ അവരുടെ പ്രായം ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ എൻ്റെ പ്രായം ഊഹിക്കും. അതുകൊണ്ട് എന്നാലും ഈ സ്ത്രീ എന്നെ വിളിക്കുക അങ്കിളേന്ന്. ഇതാ സ്ഥിതി. അപ്പം നമ്മൾ ഒരുങ്ങിയാൽ നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു കാര്യസ്ഥനെ വെച്ച് ഒരുക്കാൻ എല്ലാ വിധത്തിലും, ശരീരം മാത്രമല്ല മാനസികവും ശാരീരികമായ പക്വതയാർന്ന ഒരുക്കം. ആ ഒരുക്കത്തിന് കാര്യസ്ഥൻ നമുക്ക് നൽകുന്ന ആഭരണങ്ങളുടെ പേരാ കൃപാവരങ്ങൾ. ഹല്ലേലൂയ. അത് നഷ്ടപ്പെട്ടെടുത്ത സവശുഷ്കമായത്, അത് നഷ്ടപ്പെട്ടെടുത്ത ഉണർവിൻ്റെ ചാലകശക്തി നഷ്ടമായത്, അത് പൂരിപ്പിക്കാൻ നമ്മൾ കുറേ ബഹളമൊക്കെ വെച്ചുകൊണ്ടോ കമ്പോസറെ തല്ലിയത് കൊണ്ടോ കൈ ഇങ്ങനെ വീശിയത് കൊണ്ടോ ഒരു കൈ പോരാഞ്ഞിട്ട് 2 കൈ കൊണ്ടും വൈപ്പറാടുന്ന പോലെ ആടിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് കൺഫഷൻ ഉണ്ടാകണം, ഒരു തിരിച്ചുവരവ്. സഹോദരിമാരൊക്കെ ഇത്തരം മീറ്റിങ്ങുകൾക്ക് വേണ്ടി തയ്യാറെടുത്തപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഉണർവിൻ്റെ താപജ്വാലകൾ നിങ്ങൾക്കിടയിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടെ. അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം. അതിന് യേശുവിനെ പ്രസംഗിക്കാൻ കെൽപ്പുള്ള ഒരു പുതുതലമുറ ശക്തിയോടെ എഴുന്നേറ്റ് വരണം. അതിന് വചനം പറയാ, തുടക്കത്തിൽ പറഞ്ഞവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് മുമ്പോട്ട് പോകും. നമ്മൾ പറയാ, ഒടുവിൽ കർത്താവിലും അവൻ്റെ ആ മിതബലത്തിലും ധൈര്യപ്പെടണം. ഈ ബലം നമ്മളിലെല്ലാം ഒന്ന് വ്യാപരിക്കട്ടെ. കർത്താവിനായി നിൽക്കാനുള്ള ഈ ബലമൊന്ന് വ്യാപരിക്കട്ടെ. ഞാൻ ഇന്നേ ദിവസം പ്രസംഗിക്കുമ്പോൾ അതിപ്രഭാതത്തിൽ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു. ഈ രാജ്യം കടന്നു പോകുന്ന വേദനാജനകമായൊരു കഥ പറയാൻ. ഏതാണ്ട് 1600 പരം സുവിശേഷകർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ പീഡ അനുഭവിച്ച് കഴിയുകയാണ്. നിന്നുതിരിയാനിടയില്ലാത്ത ജയിലിൽ, പൊട്ടിയൊലിക്കുന്ന ടോയ്ലറ്റിൽ കഷ്ടപ്പെട്ടും വിഷമിച്ചും മക്കളെവിടെ ഭാര്യ എവിടെ എന്നൊന്നും അറിയാൻ കഴിയാതെ ഞെരുങ്ങി വിഷമിച്ചവിടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പരാജയപ്പെട്ടവരാണെന്ന്? ഇല്ലില്ല. ഈ രാജാവിന്റെ നീതി തേടിയുള്ള യാത്രയിൽ സഹനത്തിന്റെ കുരിശുവഴികളിലൂടെ ഈ ക്രൂശൻ ചുമന്ന് നടന്ന് അവർ അനുഭവിച്ച ത്യാഗങ്ങളുടെ മറുവശത്ത് ഈ രാത്രി ഇവിടെ നിൽക്കുമ്പോൾ നമുക്കും വിശ്വാസത്താൽ പറയാ, നിങ്ങൾ തനിച്ചല്ല. സാക്ഷികളുടെ വലിയൊരു സമൂഹം, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവജനത്തിന്റെ വലിയൊരു സമൂഹം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ രാജ്യത്തിന്റെ നീതി മാറും, അതിന്റെ രീതികൾ മാറും, ഭയജനകമായ കാലാവസ്ഥയിലേക്ക് ലോകം പോകും. അപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. മറവിടങ്ങളിൽ ഞങ്ങൾക്ക് നിൽക്കാനൊരിടമുണ്ട്. ക്രിസ്തുവാകുന്ന പാറ. ഈ ലോകത്തിന്റെ ചിത്രം മാറും, സാമൂഹിക സാഹചര്യം മാറും, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രികൾ വരും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബഹുമാനരെ, ഈ രാജാവിൻ്റെ നീതി, അതിൻ്റെ പൊരുൾ തിരിയുന്നൊരു കാലം വരുന്നുണ്ട്. എന്താണത്? ഈ രാജ്യത്ത് യേശുവിൻ്റെ അനുഗാമികളുടെ പേരിൽ കള്ളക്കേസുകൾ, നിരവധിയായ ആരോപണങ്ങൾ, നിരവധിയായ കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടുകൾ. ഞാനിതേ വേദിയിൽ പ്രിയപ്പെട്ട വിജയകുമാർ പാസ്റ്ററും ഒക്കെ സജ്ജീകരിച്ചൊരു യോഗത്തിൽ ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ഇത്തരം വിഷയങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങൾ പറഞ്ഞത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, കഠിനമായ പരിശോധനകളിൽ കൂടി കടന്നു പോകുന്ന
ഇത്തരം മനുഷ്യരുടെ 100 ഉദാഹരണങ്ങൾ. അവരിന്നെവിടെ? അവരുടെ മക്കളെവിടെ? എന്താണ് ആ കുടുംബത്തിലൊക്കെ സ്ഥിതി? വടക്കേണ്ടിലൊക്കെ ഞങ്ങൾ ചില ആഴ്ചകൾക്കപ്പുറത്ത് UP-യിലായിരുന്നു. ആ സ്ഥലത്തൊക്കെ ദൈവമക്കൾ അനുഭവിക്കുന്ന കിരാതമായ ജീവിതാവസ്ഥകളെക്കുറിച്ച് ധാരാളം കേട്ടും മനസ്സിലാക്കിയും ഒക്കെ തിരിച്ചു വന്നു. ഇവിടെ കേരളത്തിൽ നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ രാജ്യത്തിൻ്റെ ഭൂപടം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സ്ഥിതിവിശേഷങ്ങൾ മാറാൻ പ്രാർത്ഥിക്കണം. ആരും നമ്മുടെ ശത്രുക്കളല്ല. പക്ഷെ ചിലരെ ദൈവം തൊട്ടുകഴിഞ്ഞാൽ, മാനസാന്തരത്തിൻ്റെ അവസ്ഥയുണ്ടായാൽ അവസ്ഥകളെ മുഴുവൻ മാറ്റുന്ന ഒരു മഹാദൈവം. പ്രാർത്ഥനയൊന്നും വൃതാവല്ല. മറുവശത്ത് സന്തോഷിക്കാൻ ഒരു വാക്കുകൂടി ഞാൻ പറയാം. നിരവധി നാളുകൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഇന്ത്യയുടെ ചിത്രം മാറിക്കൊണ്ടിരിക്കുക. പഞ്ചാബിൽ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഉണർവിൻ്റെ താപജാലകൾ അതിപ്രസരം കൊണ്ട് അത് ഇന്ന് വിവരിക്കാനാവാത്തൊരു നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക. ഛത്തീസ്ഗഡിൽ പീഡയുണ്ട്, ബീഹാറിൽ പീഡയുണ്ട്. ആ പീഡകളുടെ നടുവിലൂടെ ദൈവസഭ കരുത്താർജിച്ച് മുന്നേറുക. ഇന്ന് മനസ്സിലാക്കിക്കൊള്ളു. നാളുകൾക്കപ്പുറത്ത് പഞ്ചാബിൽ ഒരു പ്രശ്നമുണ്ടായി. അവിടുത്തെ അവസ്ഥ എന്താ? അവിടെ തീവ്രവാദികൾ വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. നമുക്കറിയാം ചരിത്രപ്രസിദ്ധമായ സുവർണക്ഷേത്ര സംഭവം, നിരവധി പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ആദരണീയായ ഇന്ദിരാജിയുടെ ജീവൻ പൊലിഞ്ഞ ആ സ്ഥിതിവിശേഷത്തിന് കാരണക്കാരായ സത്വത് സിംഗിന്റെയും ബിയാസ് സിംഗിന്റെയും ഒക്കെ നാട്. ആ നാട്ടിൽ നിങ്ങൾ പണ്ട് സഞ്ചരിച്ചാൽ കടകമ്പോളങ്ങൾക്ക് മുമ്പിൽ ഒരു ബോർഡ് കാണാം, തോക്ക് വിൽക്കപ്പെടും. ഇതാണ്. ആർക്കും തോക്ക് കൈകാര്യം ചെയ്യാം. ഈ തോക്കിന് ഷൂട്ട് ചെയ്ത് മനുഷ്യരെ കൊല്ലും. അന്വേഷണമൊന്നുമില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയം. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് ഈ തോക്കുകളൊക്കെ മനുഷ്യൻ കരഗതമാക്കും. ഈ പരിസ്ഥിതി നിലനിൽക്കവേ അവിടെ ഒരു തീവ്രവാദി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ശിക്ഷാകാലമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അദ്ദേഹം ഒരു ബൈബിൾ സെമിനാരിയിൽ പോയി പഠിച്ചു. പാപഭംഗിലമായ ജീവിതത്തോട് വിട പറഞ്ഞ് സ്വന്തം നാട്ടിൽ ചെന്ന് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു. താൻ ഇടപെട്ട് ആളുകളെ കൊലവിളിച്ച ആ വീടുകളിലൊക്കെ ചെന്ന് ക്ഷമാപണം ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ആ പാപത്തിന് പ്രായശ്ചിത്തം തേടി ഒടുക്കം 100 കണക്കിന് ആളുകൾ തൻ്റെ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ചു. അത് ആയിരങ്ങളായി വളർന്നു. ഈ വാർത്തയറിഞ്ഞ് പോലീസ് ഭരണകൂടവും അത്ഭുതപ്പെട്ടിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവർ റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ പണ്ടുണ്ടായിരുന്ന അവസ്ഥയാകെ മാറിയിരിക്കുന്നു. തീവ്രവാദമൊക്കെ മാറിയിട്ട് ഇവരെല്ലാം നല്ല മനുഷ്യരായി മാറിയിരിക്കുന്നു. തോക്ക് വിൽക്കപ്പെടുമെന്നുള്ള ബോർഡില്ല, പാൻപരാഗ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയില്ല, മദ്യത്തിൻ്റെ വിപണിയില്ല. അവർ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ തലവേദന ഒഴിഞ്ഞു പോയിരിക്കുന്നു. പോലീസുകാർക്ക് ഇവിടെ സ്വസ്ഥതയുണ്ട്. ഇതാ ഈ വരും രാജ്യത്തിൻ്റെ രാജാവ് ഉലകത്തിൽ വെച്ച് നീട്ടിയ നീതിയെങ്കിൽ ആ നീതിയുടെ ഒരളവ് ഈ ദേശത്തിന് കൊടുക്കുന്ന ഉത്കൃഷ്ടമായ പ്രവൃത്തിയുടെ പേരാണ് സുവിശേഷം. സ്തോത്രം. അതുകൊണ്ട് പഞ്ചാബിൽ ആ മാറ്റമുണ്ടായപ്പോൾ ഭരണകൂടം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പാസ്റ്റർമാർ പ്രസംഗിച്ചോട്ടെ, യോഗം നടന്നോട്ടെ, നമ്മളൊന്നിനും പോകണ്ട. പക്ഷെ അതൊരു അബദ്ധമായിപ്പോയി. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളെ അങ്ങനെ അങ്ങോട്ട് കെട്ടഴിച്ച് വിട്ടു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ഗുരുദ്വാരകളൊക്കെ പൂട്ടിപ്പോയി. മതസ്ഥാപനങ്ങൾ പലതും പൂട്ടിയിട്ട് കേരളത്തിൽ കാണുന്നതിനേക്കാൾ വലിയ ഉണർവിൻ്റെ വലിയ വിശാല അനുഭവം ഉണ്ടായിട്ട് ലക്ഷങ്ങൾ കൂടുന്ന അനുഭവത്തിലേക്ക് ചർച്ചകൾ വളർന്നു. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞേ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ മറ്റിടങ്ങളിലൊക്കെ കാണുന്ന പോലെ ചുമ്മാ ചെന്ന് ഹാള് തള്ളി പൊളിക്കാനും അതുപോലെ അവിടെ കയറി അങ്ങനെ കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല. ഒരു പഴയ പേടി കിടപ്പുണ്ടതാ. കക്ഷികൾ ആരാ വയലൻ്റായ കളി മാറും എന്നുള്ള പേടി കിടക്കുക. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറി ആളുകൾ പോവില്ല. പക്ഷെ മറുവശത്ത് ഛത്തീസ്ഗഡിൽ, ബീഹാറിൽ, ഇന്ത്യയുടെ പലയിടങ്ങളിൽ നൊമ്പരപ്പെട്ട് കഴിയുന്ന ആയിരക്കണക്കിനായ മനുഷ്യരുണ്ട്. ഞങ്ങൾ ഇന്ത്യയോട് പറയട്ടെ, ഈ ദേശത്തോട് പറയട്ടെ, ഞങ്ങൾ തീവ്രവാദികളല്ല, മനുഷ്യത്വ വിരുദ്ധരല്ല. മനുഷ്യനിലെ മനുഷ്യത്വം കണ്ടറിഞ്ഞ് ആ മനുഷ്യത്വത്തെ പുറത്തെടുത്ത് ഉജ്ജീവിപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ് ഞങ്ങൾ ഉലകത്തിൻ്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാക്ഷ്യപത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈ മദ്യപാനം ഉപേക്ഷിച്ച്, മയക്കുമരുന്ന് ഉപേക്ഷിച്ച്, കൊലപാതകം ഉപേക്ഷിച്ച്, ഗുണ്ടാപ്പണി ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നിൽ അണിനിരന്ന ആയിരങ്ങളുടെ, പതിനായിരങ്ങളുടെ, ലക്ഷങ്ങളുടെ ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വരും കാലഘട്ടം മറ്റൊന്നായി തീരത്തക്ക വിധം പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഒന്ന് കരുത്ത് കാട്ടണം. നമ്മൾ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ കരുത്തോടെ യേശുവിന്റെ തീവ്രതയാർന്ന സുവിശേഷത്തിന്റെ വക്താക്കളായി ഇനിയും മുന്നേറും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ ഈ രാത്രി വന്നിരിക്കുന്നവർക്ക് പുത്തൻ അഭിഷേകം, പുത്തൻ നിയോഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരട്ടെ. ഈ ബലം നിങ്ങളെ
നിങ്ങളെ കൂടുതൽ കരുത്തരാക്കട്ടെ. ഈ രാത്രി യേശുവിന് ആവശ്യമുണ്ട് ധീരധീരം യേശുവിന് വേണ്ടി നിൽക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ. ഏത് പ്രതിസന്ധിയിലും നസ്രായനായ യേശുവിന്റെ ദിവ്യ സുവിശേഷവും ഈ തിരുവെഴുത്തും കരഗതമാക്കാൻ, ഇത് ഏന്തിക്കൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി വന്നാൽ യേശുവിന് വേണ്ടി പ്രാണൻ ത്യജിക്കാനും, ഏത് ജയിലറുകളിൽ കിടക്കാനും, ഏത് നഷ്ടസഹിക്കാനും മനസ്സുള്ളവരെ തിരഞ്ഞ് അത്യന്ത ശക്തിയുമായി ദൈവപരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്നിവിടെ ആവശ്യമുണ്ട്. കേട്ട ദൈവമക്കൾക്കിടയിൽ ആർക്ക് കഴിയും? എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനായി നിൽക്കണം, ധീരം നിൽക്കണം. മരണം വന്നാലും പിന്മാറാതെ ക്രിസ്തുവിന്റെ സകല പടയാളിയായി യേശുവിന് വേണ്ടി ഈ സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ വക്താവായി എനിക്ക് മുന്നേറണം. ഈ ആഗ്രഹം ആർക്കുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പിൽ ഒരു ആത്മപ്രേരണ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം കരമുയർത്താം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉയർത്തപ്പെട്ട കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനായി നിൽക്കാൻ ചങ്കുറപ്പോടെ കരമുയർത്തിയ യൗവന രക്തം തുടിക്കുന്ന നിരവധി ചെറുപ്പക്കാരെ ഞാനിവിടെ കാണുന്നു, പ്രായമുള്ളവരെ കാണുന്നു, സഹോദരി സഹോദരന്മാരെ കാണുന്നു. ആ കരങ്ങൾ താഴ്ത്തിയിടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, കരങ്ങളെ താഴ്ത്തിയിടാം. ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളൂ, ഒരു പുതുലോകത്തിലേക്ക് നിങ്ങൾ പാദമെടുത്തു വെച്ചിരിക്കുക. പ്രാർത്ഥനയുടെ, ആത്മനിറവിന്റെ, ശുശ്രൂഷയുടെ ഒരു പുത്തൻ മണ്ഡലം ഇതുവരെ ചെയ്യാത്ത, ഇതുവരെ നിർവഹിക്കാത്ത ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. ആ നിറവിൽ, ആ താല്പര്യത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം.